ഞാൻ ചോദിച്ചത് ബ്രിട്ടാസിന്റെ അഭിപ്രായമാണോ അതോ മോളിൽ നിന്നുള്ള തീരുമാനമാണോ എന്ന് ചോദിച്ചത് മോളിൽ നിന്നുള്ള തീരുമാനമാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പോ ഉമ്മൻചാണ്ടി എന്നോട് അന്നേരം പറഞ്ഞത് പിന്നെ കുഞ്ഞാലിക്കുട്ടി ഒന്ന് വിളിച്ച് പറയാമോ സംസാരിക്കാമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ച് കാര്യം പറഞ്ഞു, ബ്രിട്ടാസ് ഇങ്ങനെ വിളിച്ചു എന്ന് പറഞ്ഞു. ചർച്ച നടന്നു എന്നുള്ളത് എനിക്കറിയാം. അതിനുശേഷം CPM ചില ആളുകൾ പിന്നെ ക്ലിഫ് ഹൗസിലെത്തി സംഭാഷണം നടത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനെ തുടർന്നാണ് സമരം തീർന്നത്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് എന്നെ ബന്ധപ്പെടുന്നത്. അദ്ദേഹം എന്നെ നേരിട്ടല്ല ബന്ധപ്പെട്ടത്. ഇന്ന് കോൺഗ്രസിലുള്ള വളരെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിലാണ് ബന്ധപ്പെട്ടത്. അദ്ദേഹം ഈ സോളാർ വിഷയത്തെക്കുറിച്ചുള്ള സമരത്തെക്കുറിച്ചും അതിൽ സർക്കാർ ഏത് നിലയ്ക്കുള്ള ഒത്തുതീർപ്പിന് തയ്യാറാണെന്നും പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെന്നും ദയവ് ചെയ്ത് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് അറിയിക്കണമെന്നും CPM നേതൃത്വത്തെ തൻ്റെ ഈ മനോഗതം അറിയിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ചെയ്തത്. സ്വാഭാവികമായിട്ടൊരു സമരം തീർക്കുന്നതിന് വേണ്ടി അവരുടെ ഭാഗത്തുനിന്ന് ആഗ്രഹം ഉണ്ടായതായി ഒരു തോന്നൽ ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളും അതിനകത്ത് പോസിറ്റീവായിട്ടുള്ള സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നല്ല ഭംഗിയായി തീർന്നു എന്നുള്ളതാണ്, റിസൾട്ടാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പരസ്പരമുള്ള വർത്തമാനമൊക്കെ നമ്മളൊരു മാന്യതയുള്ള രാഷ്ട്രീയക്കാർക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനത് ഓപ്പൺ ചെയ്യുന്നതേയില്ല. രണ്ടു കൂട്ടരും എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പിലെത്തണം എന്ന ഒരു ആവശ്യമായി നിൽക്കുമ്പോഴാണ് ഔചാരികമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി എൻ്റെ ഒരു ചർച്ച നടന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും നേരെ കൈരളി TV പോയത്. കുറേ നേരം കഴിഞ്ഞപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നെ ഫോണിൽ വിളിച്ച് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ എന്താണ് മാർഗമെന്ന് ആരാഞ്ഞു. മാത്രമല്ല മറുവശത്തും അന്നേരം അങ്ങനെ ഒരു ആഗ്രഹമുള്ളതായി ഞാൻ തിരുവഞ്ചൂരിനോട് പറയുകയും ചെയ്തു. ഏറ്റവും ചുരുങ്ങിയത് ഒരു 1/4 നൂറ്റാണ്ട് കാലത്ത് കേരളം കൊണ്ട് ഏറ്റവും വലിയ സമരം LDF സെക്രട്ടേറിയറ്റ് വളയിൽ സമരം ലക്ഷ്യം കാണാതെ മൂക്കാതെ എങ്ങനെ തീർന്നു എന്ന രാഷ്ട്രീയ ചോദ്യത്തിന് മറുപടി വന്ന രാഷ്ട്രീയ ദിവസമാണ്. അത് ജോൺ മുണ്ടക്കയം എന്ന മുതിർന്ന മാധ്യമപ്രവർത്തകന്റെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ്. ആരാദ്യം വിളിച്ചൊന്നതിൽ കൺഫ്യൂഷൻ ബാക്കിയാണെങ്കിലും മുണ്ടക്കയം പറഞ്ഞ മട്ടിൽ ജോൺ ബ്രിട്ടാസും ചെറിയാൻ ഫിലിപ്പും തിരുവഞ്ചൂരും ഒക്കെ ചേർന്ന് കൊണ്ടുപിടിച്ചൊരു ചർച്ചയിലാണ് ആ 30 മണിക്കൂറിൽ സമരം തീർന്നതെന്ന് വ്യക്തമാകുന്നുമുണ്ട്. രാഷ്ട്രീയ സമരം, രാഷ്ട്രീയേതര ഇടപെടൽ ഒത്തുതീരുന്നത് അണികളെ വഞ്ചിക്കലല്ലേ? ധാർമ്മിക രാഷ്ട്രീയത്തിന്റെ മരണമാണോ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ ജോൺ മുണ്ടക്കയം, ശ്രീ BRM ഷഫീർ, ശ്രീ JC തോമസ്, ശ്രീ യുവരാജ് ഗോകുൽ എന്നിവർ ചർച്ചയിൽ ആദ്യം ഞാൻ ശ്രീ ജോൺ മുണ്ടക്കയത്തിലേക്ക് പോകുന്നു. ശ്രീ ജോൺ മുണ്ടക്കയം, ഇവിടെ താങ്കൾ മലയാളം വാരികയിൽ എല്ലാം ഒരു ഫോൺ വിളിയിൽ തീർന്നു എന്ന ഒരു ഉപഖണ്ഡികയിൽ എഴുതിയ അത് ഇത്രത്തോളം വലിയ രാഷ്ട്രീയ ചർച്ചയാവും താങ്കളും കരുതിയിട്ടുണ്ടാവില്ല. പക്ഷേ താങ്കൾ പറഞ്ഞതിനെ നിരാകരിക്കുന്നുണ്ട്, താങ്കളുടെ ഭാവനയാണ് എന്ന് ജോൺ ബ്രിട്ടാസ് പറയുന്നുണ്ടെങ്കിൽ കൂടിയും, ആരെ വിളിച്ചു എന്ന ചർച്ചകൾ തുടരുന്നുണ്ടെങ്കിൽ കൂടിയും, സോളാർ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് പിന്നിൽ ചില ചർച്ചകൾ, കൊണ്ടുപിടിച്ച ചില ചർച്ചകൾ അത് രാഷ്ട്രീയതരമായ വഴികൾ കൂടി തന്നെ നടന്നു എന്ന് കേരളത്തിന് ബോധ്യപ്പെട്ട ദിവസമാണ്. ജോൺ മുണ്ടക്കയം, വർഷങ്ങൾ 11ആയി. ഈ 11 വർഷങ്ങളിൽ അതിലപ്പുറം വലിയ രാഷ്ട്രീയ കൊമ്പുകോർക്കൽ ഈ ഘട്ടത്തിൽ പലയാവർത്തി കണ്ടിട്ടും ഈ രാഷ്ട്രീയ നേതാക്കൾ ആരും കേരളത്തോട് ഇതൊന്നും പറയാതിരുന്നത് എന്തുകൊണ്ടാണ്? ശ്രീ ജോൺ മുണ്ടക്കയം, താങ്കളുടെ കരുതൽ എന്താണ്? ഈ വിഷയത്തില് ഞാൻ ഇടപെട്ടത് ഇതിനൊരു വലിയൊരു രാഷ്ട്രീയ ഇടപെടൽ എന്ന മട്ടിലൊന്നുമല്ല. അന്നത്തെ സമയത്ത് ആ സമരം തീരാൻ ഒരു സാഹചര്യം ഉണ്ടാകുന്നു, അതിന് എന്നെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം ചെയ്യുക എന്നുള്ളത് രീതിയിൽ മാത്രമാണ്. ജോൺ ബ്രിട്ടാസ് ഇപ്പൊ പറയുന്നത് ഭാവനാ സൃഷ്ടിയാണെന്ന്. എനിക്ക് ജോൺ ബ്രിട്ടാസിനോട് സങ്കടമുണ്ട്. കാരണം എനിക്ക് എത്രയോ വർഷമായിട്ട് അദ്ദേഹത്തെ പരിചയമുണ്ട്. ഞാനും ജോൺ ബ്രിട്ടാസും തമ്മിൽ സംസാരിച്ച കാര്യം അദ്ദേഹത്തിന് മറക്കാൻ പറ്റില്ലല്ലോ ഇത്ര പെട്ടെന്ന്. അപ്പൊ അദ്ദേഹത്തിന് മേൽ കമ്പൽഷൻ ഉണ്ട്. അതിപ്പോ ഇങ്ങനെ പറയേണ്ടി വന്നു കാണും. കാരണം അദ്ദേഹം ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നു. അദ്ദേഹത്തിന് അപ്പോൾ ഒരു പത്രപ്രവർത്തകനോട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ടി വരും. നേരെ മറിച്ച് ഞാനൊരു രാഷ്ട്രീയക്കാരനായിട്ടാണ് സംസാരിച്ചത്, അത് കോൺഗ്രസിന്റെ അകത്തുള്ള രാഷ്ട്രീയക്കാരുമായിട്ടാണ് സംസാരിച്ചത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എളുപ്പമുണ്ട് കുറച്ചുകൂടി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം നിഷേധിക്കുന്നത് സംസാരിച്ചു എന്നുള്ളത്. പക്ഷെ അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഭാവനാ സൃഷ്ടി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ കടന്നുപോയി. അത് മാത്രമല്ല അദ്ദേഹം കുറച്ചുകൂടി കടന്നു പറയുന്നുണ്ട്, അത് തിരുവഞ്ചൂരിന്റെ തിരക്കഥയാണ് എന്നും കൂടി പറയുന്നുണ്ട്. ഒരുപക്ഷെ താങ്കളുടെ ഒരു ജീവിത സബരിയ, ഒരു മാധ്യമപ്രവർത്തക സബരിയുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യാൻ തോന്നി. അത് തിരുവഞ്ചൂര് മറുപടി പറയേണ്ടതാണത്. തിരുവഞ്ചൂരിന് തിരക്കഥയാണോ അതോ ഇത് എങ്ങനെയാണ് തിരുവഞ്ചൂരിന് അറിയാമല്ലോ ഇതെങ്ങനെയാ വന്നുള്ളത്, തിരുവഞ്ചൂർ ഇനിഷ്യേറ്റീവ് എടുത്താണോ?
അതോ പിന്നെ CPM-ന്റെ ഭാഗത്താണോ വന്നത്, എങ്ങനെയാണ്, ഏത് വഴിക്കാണ് വന്നതെന്ന് തിരുവഞ്ചൂരിന് അറിയാമല്ലോ. ജോൺ മുണ്ടക്കയം ഇന്നിപ്പോ ജോൺ ബ്രിട്ടാസ് അതിനുള്ള എന്താണ് തന്റെ ഭാഗം ശരിയാണെന്ന് സ്ഥാപിക്കാൻ ആ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്, നിങ്ങൾ ചെറിയാൻ ഫിലിപ്പിനെ വിളിക്കൂ, ചെറിയാൻ ഫിലിപ്പ് ഇപ്പോൾ ജീവിക്കുന്ന തെളിവായി നിങ്ങൾക്ക് മുന്നിലുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. ചെറിയാൻ ഫിലിപ്പ് ഇപ്പോൾ ആ ക്യാമ്പിലല്ല, തിരികെ കോൺഗ്രസ് ക്യാമ്പിലേക്ക് എത്തി നിൽക്കുന്ന സമയമാണ്. ചെറിയാൻ ഫിലിപ്പ് സൂക്ഷ്മ വാർത്താ സമ്മേളനം നടത്തുന്നു. ചെറിയാൻ ഫിലിപ്പ് പറയുകയാണ്, ശരിയാണ്, ബ്രിട്ടാസ് പറഞ്ഞതാണ് ശരി, തിരുവഞ്ചൂർ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വിളിക്കുകയായിരുന്നു എന്ന്. ചെറിയാൻ ഫിലിപ്പ് കൂടി എന്തുകൊണ്ടാണ് അങ്ങനെ തള്ളുന്നത്? ചെറിയാൻ ഫിലിപ്പിന് ഞാനും ബ്രിട്ടാസും തമ്മിൽ സംസാരിച്ചിട്ടില്ല എന്ന് ചെറിയാൻ ഫിലിപ്പിന് അറിയാമോ? ചെറിയാൻ ഫിലിപ്പിന് ഒരിക്കലും പറയാൻ പറ്റില്ല. ചെറിയാൻ ഫിലിപ്പ് പറയത്തുമില്ല. ചെറിയാൻ ഫിലിപ്പ് ഇതിനകത്ത് ഇടപെട്ടു എന്നുള്ളത് ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞിട്ടുള്ളൂ. അതിനു മുമ്പ് എങ്ങനെയാണ് ഇപ്പൊ ഈ പറയുന്നത് സത്യമാണെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചെറിയാൻ ഫിലിപ്പ് വഴിയോ അല്ലാതെയോ പിന്നെ CPM ക്യാമ്പിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് നടന്ന കാര്യങ്ങൾ അത് പൂരിപ്പിക്കണമല്ലോ. അപ്പൊ പെട്ടെന്ന് ചെറിയാൻ ഫിലിപ്പ് പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അങ്ങോട്ടൊരു ഉണർവുണ്ടായിട്ട് അങ്ങോട്ട് വിളിച്ചതല്ലല്ലോ. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുമില്ലല്ലോ. അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ, അവരുടെ ഭാഗത്ത് നിന്ന് ഒരു നിർദ്ദേശവും താല്പര്യവും വന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. തിരുവഞ്ചൂർ അവിടെ എവിടെയും തൊടാതെ പറയുന്നത് എന്തുകൊണ്ടാകാം? ഇപ്പൊ തിരുവഞ്ചൂരിന്റെ വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾ ആവർത്തിച്ചുണ്ടായി. ഞാൻ ചോദിക്കുന്നത്, ഇത് കേരളം അറിയണ്ട, അല്ലെങ്കിൽ മലയാളികൾ അറിഞ്ഞാൽ, രാഷ്ട്രീയക്കാർ അറിഞ്ഞാൽ കുഴപ്പമില്ലാത്ത വിഷയമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ മര്യാദ, രാഷ്ട്രീയ മാന്യത എന്നൊക്കെയുള്ള മധുരവാക്കുകൾ പറഞ്ഞ് തിരുവഞ്ചൂർ എന്തൊക്കെയോ കാര്യങ്ങളെ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്നത്? ശ്രീ ജോൺ മുണ്ടക്കയം, അദ്ദേഹത്തിന് പറഞ്ഞുകൂടെ കേരളത്തിൽ എന്താ ഉണ്ടായത്? റിയപ്പോഴും ചെയ്യാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും ആ ഒരു വിഷയം. ഞാനത് പക്ഷേ ആ ഒരു വിഷയം അന്ന് പറഞ്ഞു തീർന്നു പോയി. അത് ഇങ്ങനെ വീണ്ടും ഒരു വിവാദമാകുമെന്നൊന്നും ഞാൻ കരുതിയില്ല. ഞാൻ അതിനകത്ത് നടന്നൊരു സംഭവം, ആ ഒരു സമരത്തെ തുടർന്ന് വളരെ പിന്നെ അതിനോട് ചേർന്ന് കാഷ്വലായിട്ട് ഈ ഞങ്ങൾ തമ്മിൽ നടത്തിയ സംഭാഷണം എഴുതുക മാത്രമാണ് ചെയ്തത്. ജോൺ മുണ്ടക്കയം, താങ്കൾ നേരിട്ടും നിൽക്കുന്നവർ മാത്രം അറിയാവുന്ന കാര്യങ്ങൾ പറയുന്ന ഒരു മാധ്യമപ്രവർത്തനമാണ്. എനിക്ക് വ്യക്തിപരമായി നേരിട്ട് അറിയാവുന്ന ആളുമാണ് ജോൺ മുണ്ടക്കയം. പക്ഷേ ഇതിനെ തുടർന്നുള്ള ചർച്ചകളിലേക്ക് നോക്കൂ. ഇപ്പോൾ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് വേണ്ടി മാത്രം കാസർഗോഡ് മുതൽ കളിയിക്കാവുള്ള വരെ CPM അതുവരെ സംഘടിപ്പിച്ചു. ഒരു പക്ഷേ കേരള രാഷ്ട്രീയം കണ്ട, ഇപ്പോൾ എന്താണ്, അല്ലെങ്കിൽ പോട്ടെ, ഒരു 25 വർഷം അല്ലെങ്കിൽ ഒരു 50 വർഷം കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയൊരു സമരം ആ അന്വേഷണത്തിൻ്റെ പേരിൽ പിൻവലിക്കില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ ഒരു ധാരണയുണ്ടായി, ഡീലുണ്ടായി. ആ ഡീൽ TP ചന്ദ്രശേഖരൻ വധക്കേസിൻ്റെ അന്വേഷണത്തിനെ കുഴിച്ചു മൂടാനാണ് എന്നുവരെ ചർച്ചകൾ എത്തി നിൽക്കുമ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അറിവ് അങ്ങേക്കുണ്ടോ ജോൺ മുണ്ടക്കയം? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ധാരണ അതിൻ്റെ പേരിൽ ഉണ്ടാവണ്ടേ? ഇല്ല, ഒരിക്കലും അങ്ങനെയൊന്നും ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു ഡീൽ ഉണ്ടായതായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്കറിയാൻ വയ്യാത്തൊരു കാര്യത്തെ കുറിച്ച് ഞാൻ പറയില്ല. അങ്ങ് പറയില്ല. പക്ഷേ സ്വാഭാവികമായി ഒരു പൗരനുണ്ടാവുന്ന സംശയമുണ്ട്. ഞാനും അത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഡീൽ ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കതിനെ കുറിച്ച് ബോധ്യമില്ല. എനിക്ക് ബോധ്യമില്ലാത്തൊരു കാര്യം ഞാൻ പറയില്ല. ഞാൻ അങ്ങനെയൊക്കെ എത്താം ജോൺ മുണ്ടക്കയം. ശ്രീ BRM ഷഫീർ, വർഷങ്ങൾ പതിർന്നു കഴിഞ്ഞു. ഇതുവരെ ആരും ഒരു രാഷ്ട്രീയ നേതാവും ഈ ബാക്ക്ഡോർ ചർച്ച പറഞ്ഞു കേട്ടിട്ടില്ല നമ്മൾ. അത് പുറത്തേക്ക് വരുന്നത് ഒരു മാധ്യമപ്രവർത്തകന്റെ അനുഭവ വെളിപ്പെടുത്തലോടെയാണ്. സ്ഥിരീകരിക്കുന്ന തിരുവഞ്ചൂർ അവിടെയും ഇവിടെയും തൊടാതെ ഒരു ബാലൻസിംഗ് കളിയാണ്. ആ ചർച്ചയിൽ, അതിൻ്റെ ഡീലിൽ, ധാരണയിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒളിപ്പിക്കുന്നത് എന്താണ്? ഇനിയെങ്കിലും കേരളത്തോട് പറയണ്ടേ BRM? ഒന്ന്, ഈ ജോൺ മുണ്ടക്കയം സാറ് ഒരു കാരണവശാലും കള്ളം പറയുന്ന ഒരാളല്ല. അദ്ദേഹവുമായിട്ട് വ്യക്തിപരമായിട്ട് വല്ലാത്ത പിന്നെ ഇഴയെടുപ്പമുള്ള ഒരുപാട് കോൺഗ്രസിൻ്റെയും CPM നേതാക്കന്മാർ തിരുവനന്തപുരത്ത് പോലുമുണ്ട്. ഒരാൾ പോലും പറയില്ല ജോൺ മുണ്ടക്കയം രാഷ്ട്രീയപരമായിട്ടോ അല്ലാതെയോ കള്ളം പറയുന്ന ആളാണെന്ന്. ഒരാളും ഇന്നുവരെ പറഞ്ഞിട്ടില്ല, ഇനി പറയത്തില്ല. അദ്ദേഹത്തിന് അറിയുന്നവർക്കെല്ലാം അറിയാം. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടിയിട്ട് മുദ്രാവാക്യം ചമയ്ക്കുന്നതും കൺസിലിയേഷൻ നടത്തുന്നതും ഇടപെടൽ നടത്തുന്നതുമായിട്ടുള്ള ആളാണ് അപ്പുറത്ത് നിൽക്കുന്ന ജോൺ ബ്രിട്ടാസ് എന്നുള്ള കാര്യം പരസ്യമായ രഹസ്യമാണ്. എന്നാൽ ജോൺ ബ്രിട്ടാസ് ഒരു മാനിപ്പുലേറ്റർ ആണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം എന്താണ്? കേരളം കണ്ട ഏറ്റവും വലിയ ഒരു സമരത്തിന് CPM നാന്ദി കുറിച്ചു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു സമരം? കേരളത്തിലെ ഏറ്റവും വലിയ ജനപ്രിയനായൊരു മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഏറ്റവും വലിയൊരു പാപം അദ്ദേഹത്തിൻ്റെ മുകളിൽ അടിച്ചേൽപ്പിച്ച് ഉമ്മൻചാണ്ടിയെപ്പോലൊരു ജനകീയനായ മുഖ്യമന്ത്രിയെ രാഷ്ട്രീയപരമായിട്ട് ഉന്മൂലനം ചെയ്യുക, അതുവഴി ശാരീരികമായിട്ട് ആക്രമിക്കുക, ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയെ തീർത്തെടുക്കുക, പിന്നെ പച്ചയ്ക്ക് പറഞ്ഞാൽ കൊന്നുകളയുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തുടങ്ങിയതാണ് സമരം. ആ സമരത്തിൻ്റെ ബാക്കി പത്രം എന്താണ്? അണികളോട് ബോധ്യപ്പെടുത്തിയോ ആരെ ബോധ്യപ്പെടുത്തിയുള്ള കാര്യത്തിൽ ഉത്തരം പറയേണ്ടത് CPM ആണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കൺസേൺ എന്താണെന്ന് അറിയുമോ ഹാഷ്മി? ഒരു സമരം പ്രഖ്യാപിക്കപ്പെടുന്നു. ആ സമരത്തിൻ്റെ മുദ്രാവാക്യങ്ങളിൽ നിന്ന് അവരെ എങ്ങനെ പിറകോട്ട് പിടിക്കാമെന്ന് ഗവൺമെൻറ് നോക്കും. എന്തായിരുന്നു അവരുടെ സമരത്തിലെ ആദ്യത്തെ മുദ്രാവാക്യം? മുഖ്യമന്ത്രി രാജിവെച്ചിട്ടല്ലാതെ സമരം അവസാനിപ്പിക്കുകയില്ല.
അവരുടെ പ്രധാനപ്പെട്ട പ്രൈം ഡിബേറ്റിൽ നിന്ന്, അവരുടെ പ്രൈം ആർഗ്യുമെന്റിൽ നിന്ന് ഞങ്ങൾ അവരെ പുറകോട്ട് പിടിച്ചിട്ടുണ്ട്. പിടിക്കാവുന്ന തരത്തിൽ ഞങ്ങൾ ഇടപെടൽ നടത്തേണ്ടത് ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്. സാർ, അല്ലെങ്കിൽ തന്നെ ആ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ നിങ്ങളവിടെ ബുദ്ധി തീർത്തു എന്ന് പറഞ്ഞാൽ സെക്രട്ടറിയേറ്റ് അവധി കൊടുത്തു, യൂണിവേഴ്സിറ്റി കോളേജിൽ എന്താണ് അവിടെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്ക് കടക്കാൻ കഴിയാത്ത രീതിയിലാക്കി. അല്ലെങ്കിൽ തന്നെ ഒരുപക്ഷെ തീർന്നു പോയേക്കാവുന്ന ഒരു സമരത്തിൽ തിരുവഞ്ചൂർ എന്തിനാണെന്ന് അങ്ങോട്ടേക്ക് വിളിച്ച് ഈ സമരം ഒത്തുതീർപ്പാക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടേ എന്നൊക്കെയുള്ള ആവശ്യം ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിൽ അങ്ങോട്ടേക്ക് വിളിക്കേണ്ട കാര്യം എന്താണ് തിരുവഞ്ചൂർ? അങ്ങനെയാണ് തിരുവഞ്ചൂർ പറയുകയാണ്. ഒരു സമരം പ്രഖ്യാപിക്കപ്പെട്ടു. സമരം പ്രഖ്യാപിക്കപ്പെട്ടാൽ ആ സമരം ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത തരത്തിൽ പരിഹരിക്കുക എന്നുള്ളത് ഒരു ഗവൺമെൻറ് ആദ്യത്തെ പ്രയോറിറ്റിയാണ്. അത് ഗവൺമെൻറ് ചെയ്യണം. ഞങ്ങളത് ചെയ്തിട്ടുണ്ടാവും. ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? ജോൺ ബ്രിട്ടാസ് ജോൺ മുണ്ടക്കയത്തെ വിളിച്ചിട്ട് ഒരു ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ലിങ്കിലൂടെ കയറിയതിന് ശേഷം ഈ പറഞ്ഞതുപോലെ വിളികളൊക്കെ ഉണ്ടായെന്നിരിക്കും. അതിലെന്താ തെറ്റ്? ഞങ്ങളുടെ മുമ്പിൽ ഒരു ഓഫർ വരികയാണ്, സമരം അവസാനിപ്പിക്കാം. എന്താ ഓഫർ? സമരം അവസാനിപ്പിക്കണമെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണം. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണം എന്നുള്ളത് പുതിയ കാര്യമാണോ? അല്ല. ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി തന്നെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ജുഡീഷ്യൽ അന്വേഷണമാകാം. അതല്ല. ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറയുന്നതിൻ്റെ പരിധിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടി ഉൾപ്പെടുത്തണം. അത് ഉൾപ്പെടുത്തുക മാത്രമല്ല, അത് പ്രഖ്യാപിക്കുക കൂടി ചെയ്യണം. അങ്ങനെ ഒന്ന് വാർത്താ സമ്മേളനം നടത്തിയാൽ ഞങ്ങൾ സമരം പിൻവലിക്കാമെന്ന് ഒരു ചാനലിലൂടെ ജുഡീഷ്യൽ അന്വേഷണം എന്നത് മുഖ്യമന്ത്രി അതിന് മുമ്പുള്ള എല്ലാ മന്ത്രിസഭ, ഇപ്പോഴാണല്ലോ മന്ത്രിസഭാ യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനം, അന്ന് വാർത്താ സമ്മേളനം ഉള്ളതാണ്. എല്ലാ വാർത്താ സമ്മേളനത്തിലും ഏത് അന്വേഷണവും CPM പറയുന്നത് ചെയ്യാം, ആരെ വേണം ചോദ്യം ചെയ്യാം, ആരെ വേണം അന്വേഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അതേ ആവശ്യത്തിൽ ഇത്ര വലിയ ഇപ്പോൾ CPM-ന്റെ ഒരു സംഘടനാ സംവിധാനം ഏറ്റവും കൂടുതൽ പ്രകടമായ കണ്ട ഒരു സമരം കൂടിയായിരുന്നു. അത് വെറുതെ പൊടുന്നനെ ഉണ്ടാവുന്നതല്ല. അവർ മാസങ്ങൾ എടുത്ത് ആസൂത്രണം ചെയ്തുണ്ടാകുന്ന സമരത്തിൻ്റെ ഒരു കൾമിനേഷനാണല്ലോ ആ ദിവസം മുതൽ അവിടെ സംഭവിക്കുക. അപ്പോൾ അങ്ങനെ ആസൂത്രണം ചെയ്ത് എടുത്ത സമരത്തിൽ നേരത്തെ പറഞ്ഞു കേട്ട ജുഡീഷ്യൽ അന്വേഷണ ആവശ്യത്തിൽ CPM അതിൽ സമ്മതിക്കുന്നുവെങ്കിൽ, അതിൽ തൃപ്തരാകുന്നുവെങ്കിൽ, അത് മാത്രമല്ല അപ്പോൾ ആ ഡീലിൻ്റെ എന്താണ് അത് പരിഹരിക്കാനുള്ള കാരണങ്ങൾ അതെന്താണെന്ന ചോദ്യം ശ്രീ BR. അപ്പോൾ അവിടുത്തെ പ്രശ്നം എന്താണ്? ഞങ്ങൾക്ക് സമരം അവസാനിപ്പിക്കണം. ഞങ്ങൾക്ക് ഒരു ഡീലും ഇല്ല. ഡീലുണ്ടെങ്കിൽ അവർ ഡീൽ നടത്തിയവർ പറയട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമരം അവസാനിപ്പിക്കണം. സമരം അവസാനിപ്പിക്കാമെന്ന ഓഫർ കേരളത്തിലെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ MD നേരിട്ട് കേരളത്തിലെ കോൺഗ്രസുമായിട്ടും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടും വളരെ അടുപ്പമുള്ളൊരു മാധ്യമപ്രവർത്തകനോട് ഓഫർ വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം സംസാരിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. ഞങ്ങളത് ചെയ്തിട്ടുണ്ട്. ചെയ്യാതിരുന്നാൽ അതായിരുന്നു ഏറ്റവും വലിയ പാപം. ഞങ്ങളത് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ പ്രശ്നം 50,000 പേരെയും കൂട്ടി അവധാനതയില്ലാതെ സമരത്തിന് പോകാമോ? ഒന്നാമത്തെ കാര്യം. 2, സമരം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തോമസ് ഐസക്കിനെ പോലുള്ളവരെയെങ്കിലും, അണികളൊക്കെ അങ്ങ് വിട്ടേരെ, പോലെയുള്ളവരെയെങ്കിലും ബോധ്യപ്പെടുത്താൻ CPM-ന് കഴിഞ്ഞിട്ടുണ്ടോ? രണ്ടാമത്തെ കാര്യം. 3, സമരം പൊളിക്കാൻ ഗവൺമെൻറ് നോക്കും. ഞങ്ങൾ ടോയ്ലറ്റുകൾ അടച്ചിടും, ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് അവധി കൊടുക്കും, സെക്രട്ടേറിയറ്റ് തന്നെ അടച്ചിടും. സമരമുഖത്ത് നിന്നും അവർ എങ്ങനെയെല്ലാം പിൻവലിക്കാൻ പറ്റുമോ അതൊക്കെ ഞങ്ങൾ ചെയ്യും. അതാണ് ഗവൺമെൻറ്. ഇച്ഛാശക്തിയുള്ള ആഭ്യന്തര വകുപ്പ് അതൊക്കെ ചെയ്യും. അത് ചെയ്യുമ്പോൾ അവർ അതിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അവിടെ ജയിച്ചത് കോൺഗ്രസ് അല്ലേ, UDF അല്ലേ? ഐക്യജനാധിപത്യ മുന്നണി പറഞ്ഞിടത്തുനിന്ന് ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ട് പുറകോട്ട് പോകേണ്ടി വന്നിട്ടില്ല. മുഖ്യമന്ത്രി മുൻപുലാലെ പറഞ്ഞ കാര്യങ്ങൾ ഒരു പത്രസമ്മേളനത്തിലൂടെ ഞങ്ങൾ പറയുമ്പോൾ ആ സമരം അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ജോൺ മുണ്ടക്കയത്തിനോട് നന്ദി, ചെറിയാൻ ഫിലിപ്പിനോട് നന്ദി, എല്ലാവരോടും നന്ദി. ശരി, ശ്രീ ജേക്സി തോമസ്, ഇവിടെ ഒരു സർക്കാരിന്റെ ഇപ്പോ തിരുവഞ്ചൂർ അങ്ങോട്ട് വിളിച്ചാണെങ്കിൽ തിരുവഞ്ചൂർ ഇടപെടൽ ഏത് രീതിയിലാണ്? ഒരു സർക്കാരിൻ്റെ ആഭ്യന്തരമന്ത്രി എന്നുള്ള രീതിയിലാണ്. ആ സർക്കാരിൻ്റെ പ്രഥമ പരിഗണന എന്താണ്? ആ സർക്കാരിനെതിരെ വരുന്ന ഒരു സമരത്തെ ഏത് രീതിയിലും അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് പല ഓഫർ വെക്കും, അതിന് പല നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കും, അല്ലെങ്കിൽ സമരത്തെ നേരിടാനുള്ള പോലീസ് സംവിധാനങ്ങൾ ഒരുക്കും. അത് ആ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണല്ലോ. അപ്പോൾ ആ കെണിയിൽ കൃത്യമായി പോയി CPM വീണത് എന്തിനാണ്? നേരത്തെ ഒക്കെ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണം എന്നുള്ള ഏറ്റവും നോർമലായ, ഏറ്റവും നോമിനലായ ആവശ്യത്തിൽ അത്ര വലിയ ഒരു ഐതിഹാസികമെന്ന് ഒരു കാലത്ത് വിശേഷിപ്പിക്കാമായിരുന്ന ഒരു സമരത്തെ ഇല്ലാതാക്കി കളഞ്ഞ് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് ഇപ്പോഴും കൃത്യം മറുപടി വരുന്നില്ല. ഈ പറയുന്ന ബാക്ക് ഡോർ ചർച്ചകളുടെ കാര്യങ്ങൾ വരുമ്പോഴും. ജയ്ക്ക്, ഞാൻ അങ്ങയുടെ ചോദ്യത്തിൻ്റെ വിശദീകരണത്തിലേക്ക് വരാം. ഇപ്പോൾ ഇന്ന് പൊടി തന്നെ സംഭവിച്ച ഈ വാർത്താ വിസ്ഫോടനം കേരളത്തിൽ പല പ്രമുഖ മാധ്യമങ്ങളുടെയും ഡൊമൈനുകളിൽ ഏതാണ്ട് ഒരേ സമയമാണ് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. ഏറെയും കുറഞ്ഞും നേരിയ സമയമാമ്പരിയിലെ വ്യത്യാസം ഒഴിച്ചു നിർത്തിയാൽ എവിടെ നിന്നാണ് മാധ്യമങ്ങൾക്ക് വിസ്ഫോടനാത്മകമായി ഈ വാർത്ത ലഭിച്ചത്? അത് നമ്മുടെ നാട്ടിലെ ഒരു ആഴ്ചപ്പതിപ്പിൽ സമീപത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ്. ഈ പ്രസിദ്ധീകരിക്കപ്പെട്ട ആഴ്ചപ്പതിപ്പിലെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നതായിരുന്നു.
അല്ലല്ലോ. എത്രയോ നാളുകൾക്ക് പിറകിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു പുസ്തകമായി നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. അപ്പോൾ എന്തേ ആ സമയത്ത് ഇതാർക്കും ഒന്ന് വായിച്ച്, ഇത് സ്ഫോടനാത്മകമായ ചില വിവരങ്ങളുണ്ടല്ലോ, കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിക്കാൻ പര്യാപ്തമായ രാഷ്ട്രീയ ഡീലിന്റെ ഉള്ളുകളികളെ തുറന്നു കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇത് വൈകുന്നേരം ഒരു അന്തിച്ചർച്ചയ്ക്ക് എടുത്തു വെച്ച് ഇത്തരത്തിൽ ആത്മകഥാ രചയിതാവായ അങ്ങനെയൊക്കെ ആദരിക്കുന്ന മാധ്യമ പ്രവർത്തകനെയും ഇടതുപക്ഷത്തിന്റെയും ഇടതുപക്ഷ വിരുദ്ധ ചേരിയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രതിനിധികളെയും ഒരു ചർച്ച സംഘടിപ്പിച്ച് കളയാം എന്നെന്തേ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് നേരത്തെ ഇല്ല, മുണ്ടക്കയത്തിന്റെ പുസ്തകം വരാനിരിക്കുന്നേ ഉള്ളൂ. ഇനി സീതിവാഹന്റെ ആത്മഹത്യയെ പറ്റിയാണെങ്കിൽ അല്ല, പുസ്തകത്തിലെ വിവരങ്ങളെ സംബന്ധിച്ച് ഇതിനു മുമ്പ് അല്ല, ഞാൻ പറയുന്നത് മുണ്ടക്കയത്തിന്റെ പുസ്തകം വരാനിരിക്കുന്നേ ഉള്ളൂ. ഇനി സീതിവാഹന്റെ പുസ്തകത്തിൽ അദ്ദേഹം ഞെട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുന്നപ്പോൾ വിളിച്ചു, AK സെന്ററിലേക്ക് വിളിച്ചു, സമരം തീരുകയാണെന്ന് അറിയിച്ചു, നിരാശയോടെ ആ പടികൾ ഇറങ്ങി. ഇപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്നാൽ സീതിവാഹനം പോലും ഞെട്ടി അന്ന് ആ സമരം പെട്ടെന്ന് തീർന്നില്ല. ആ ആത്മഹത്യയെ പറ്റിയാണെങ്കിൽ നമ്മളൊന്ന് ചർച്ച ചെയ്തല്ലേ, ശരിയാണ്. ഇല്ല, ഞാൻ മാധ്യമപ്രവർത്തകന്റെ ആത്മകഥയെ സംബന്ധിച്ച് തന്നെയാണ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു 4 or 5 കണ്ടസ്റ്റയായി അദ്ദേഹം തന്നെ പറഞ്ഞ വാചകങ്ങൾ പ്രകാരമാണെങ്കിൽ 4 or 5 കണ്ടസ്റ്റയായി നമ്മളുടെ നാട്ടിലെ വാരികയിൽ ഇത് അദ്ദേഹം അനുമതി കൊടുത്തതിനെ തുടർന്ന് സ്ഫോടനാത്മകമായി വിവരമായി പെട്ടെന്ന് ഉയർന്നുദിച്ചു വന്നു എന്ന് ജോൺ മുണ്ടക്കയത്തിന്റെ ലേഖനം. ജോൺ മുണ്ടക്കയം എന്താണ് തിരുത്തുണ്ടോ? ജയിക്ക് തെറ്റിദ്ധരിച്ചാണ്. എന്റെ 3ാമത്തെ ലക്കമാണത്. അത് വീക്കിലി പ്രസിദ്ധീകരിച്ച അന്നാണ് വിവാദം ഉണ്ടായത്. അതിന് മുമ്പ് ഞാൻ അതിനെ കുറിച്ചൊന്നും എഴുതിയിട്ടില്ല. പുസ്തകം വരാനിരിക്കുന്നതേ ഉള്ളൂ. 3 ലക്കം തിരിച്ചുള്ളൂ. 3ാമത്തെ ലക്കത്തിലാണ് ഈ വിഷയം പറയുന്നത്. ശരി, ഞാൻ പറയായിരുന്നു സോളാറിന്റെ പോളുന്ന 3ാം ലക്കത്തിൽ ഇന്നലെ ഇറങ്ങിയ വാരികയിൽ മാത്രമാണ് ഈ ഒത്തുതീർപ്പിന്റെ ഇതുവരെ കേരളം അറിയാത്ത അണിയറ കഥകൾ, അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യം എന്താണ്, അദ്ദേഹത്തിന് സത്യം എന്ന നേരിട്ട് ബോധ്യമുള്ള കാര്യം അദ്ദേഹം എഴുതുന്നത്. ജയ്ക്ക് അല്ല, തീർച്ചയായിട്ടും അദ്ദേഹം മുമ്പൊരു ചർച്ചയിൽ പറഞ്ഞു കേട്ടത് 3 or 4 എന്നുള്ളതാണ്. അത് 4ാമത്തെ 3ാമത്തെ തുടർച്ചയായിട്ട് എന്തായാലും അദ്ദേഹത്തിന്റെ അനുമതിയോടുകൂടി ഇത് പ്രസിദ്ധീകരിക്കപ്പെടുന്നു. ഇത് പ്രസിദ്ധീകരിക്കപ്പെടുന്ന സമയത്ത് ഇത്തരത്തിൽ എന്ത് അസാധാരണത്വമാണ് ഈ സ്ഫോടനാത്മകമായ വിവരത്തിലുള്ളത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അന്നു തന്നെ നമുക്കെല്ലാവർക്കും ബോധ്യമുള്ളതാണ്, അന്വേഷണത്തിന്റെ പരിധിയിൽ അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പെടുന്ന ഒരു ഒത്തുതീർപ്പിനെ സംബന്ധിച്ച് അന്ന് സമരരംഗത്തുണ്ടായിരുന്ന ഇടതുപക്ഷം മുമ്പോട്ടേക്ക് ആവശ്യമുന്നയിച്ചപ്പോൾ ആവശ്യത്തിന് വഴങ്ങിക്കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നില്ല. പിന്നീട് എങ്ങനെ വഴങ്ങിക്കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായി അതിനെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ചർച്ചയെ സംബന്ധിച്ചും പിന്നീട് അന്നത്തെ ആഭ്യന്തരമന്ത്രി നടത്തിയ ചർച്ചയെ സംബന്ധിച്ചും അന്നത്തെ വ്യവസായ മന്ത്രി നടത്തിയ ചർച്ചയെ സംബന്ധിച്ചും അവരുടെയൊക്കെ സമ്മർദ്ദത്തിന്റെ ഗുണഫലമായി ഏറ്റവും ഒടുവിൽ ഇടതുപക്ഷത്തിന്റെ സുപ്രധാനമായ ഒരു സമരമുദ്രാവാക്യം ടേംസ് ഓഫ് റെഫറൻസിൽ ജുഡീഷ്യൽ എൻക്വയറി അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് CM ഓഫീസ് വരണം. അതേ തുടർന്ന് പിന്നീട് ജുഡീഷ്യൽ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നു. ജുഡീഷ്യൽ കമ്മീഷന്റെ വിചാരണയ്ക്ക് മുഖ്യമന്ത്രി ഇരുന്നു കൊടുക്കേണ്ടതായി വരുന്നു. പിന്നീട് കമ്മീഷനും മറ്റു പരാതികളും ഒക്കെ നമ്മളുടെ മുമ്പിലുണ്ട്. ഞാൻ പറയുന്നത് ഇതിനകത്ത് എന്ത് രാഷ്ട്രീയ ഡീൽ നടന്നു, എന്ത് അസാധാരണത്വമാണ് നമുക്ക് അവകാശപ്പെടാൻ വേണ്ടി കഴിയുന്നത്? ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ച മുൻ ആഭ്യന്തരമന്ത്രിയുടെ വാർത്താ സമ്മേളനം അങ്ങ് കണ്ടില്ലേ? ഇപ്പൊ കോൺഗ്രസിന്റെ ചേരിയിൽ പ്രധാനപ്പെട്ട നേതാവായി പ്രവർത്തിക്കുന്ന ആദരണീയനായ ചെറിയാൻ ഫിലിപ്പ് അദ്ദേഹം ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ അനുകൂലിക്കുന്ന ഒരു അനുഭവം പങ്കുവെച്ചോ? അദ്ദേഹം പറഞ്ഞത് എന്താണ്? അന്ന് ആ സമയത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ കോട്ടയത്തെ MLA ആയിരുന്ന ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു, ഈ സമരം അവസാനിപ്പിക്കണം. ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അത് തന്റെ കൺസേൺ ആണ് എന്ന് ഇന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു, അങ്ങടക്കമുള്ള മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾക്ക് മുമ്പിൽ. ചെറിയാൻ ഫിലിപ്പിനോട്, ഇന്നത്തെ കോൺഗ്രസ് നേതാവിനോട്, അന്ന് ഇടതുപക്ഷ ചേരിയുടെ ഭാഗമായി പ്രവർത്തിച്ച നേതാവിനോട് അപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി കൂടിയായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അഭ്യർത്ഥിക്കുന്നു, ഈ പ്രശ്നം പരിഹരിക്കണം, ഈ സമരം ചർച്ചയിലൂടെ സമവായത്തിലെത്തി നമുക്ക് പരിഹരിക്കണം. അതൊരു ക്രമസമാധാന പ്രശ്നമായി വളർന്നു പോകാൻ പാടില്ല. ആയിരക്കണക്കിന് 10,000-കണക്കിന് വരുന്ന സമര പോരാളികൾ തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ച് വലിയ ഐതിഹാസികമായ സമരത്തിന് നേതൃത്വം നൽകുന്നു. ഇത് പരിഹരിക്കണമെന്ന കോൺഗ്രസിന്റെ നേതാവായ അന്നത്തെ ആഭ്യന്തരമന്ത്രിയാണ് ആവശ്യപ്പെട്ടതെന്ന് പറയുന്നത് CPIM അല്ല. ഇന്ന് കോൺഗ്രസ് അദ്ദേഹത്തിന്റെ വാക്കുകൾ KSU പ്രസിഡന്റ് ആയിരിക്കുന്ന കാലയളവിൽ തന്നെയാണ്. തിരുവഞ്ചൂർ എന്ന് പറയുന്നത് ആ സർക്കാർ ആഭ്യന്തരമന്ത്രിയാണ്. ഇപ്പോൾ നിങ്ങൾ നടത്തുന്ന വലിയ ജെയ്സി തോമസ് അന്ന് JK രാഷ്ട്രീയത്തിൻ്റെ SFIയുടെ ഏത് ഘടകത്തെ അല്ലെങ്കിൽ ഏത് മേഖലയിലാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അന്ന് ഈ പറയുന്ന 11 വർഷങ്ങൾക്ക് മുൻപ് ആ സമരം ഒരു വല്ലാത്ത സമരമാണ്. JKന് എന്തായാലും ഉറപ്പായും ഓർമ്മയുണ്ടാവണം. എന്ന് പറഞ്ഞാൽ അത് എന്താണ്, വലിയ സമരാവേശം ഉണ്ടാക്കിയ സമരമാണ്. എന്ന് പറഞ്ഞാൽ അത് അവിടെ നിന്ന് സമരഭടന്മാരെ വലിയ ചുവന്ന കൊടിയൊക്കെ ഇട്ട് ചുവന്ന മാലയിട്ട് യാത്ര അയക്കുന്ന സമരമായിരുന്നു. അങ്ങനെ സമരമായി ലക്ഷത്തോളം ആളുകൾ ഈ പറയുന്ന സ്റ്റാച്യു ആവട്ടെ, ബേക്കറി ജംഗ്ഷൻ ആവട്ടെ, അവിടെ എന്താണ് പ്രസ് ക്ലബിന് പിന്നിലാവട്ടെ, അവിടെയൊക്കെ പൂഴി വാരിയിട്ടാൽ താഴെ വീഴാത്ത മട്ടിൽ ലക്ഷങ്ങൾ തടിച്ചുകൂടിയ വലിയ സമരമായിരുന്നു. ആ സമരത്തിൻ്റെ മുദ്രാവാക്യം ഏതെങ്കിലും ജുഡീഷ്യൽ അന്വേഷണ പ്രഖ്യാപനമല്ല. അന്ന് VS അച്യുതാനന്ദനാവട്ടെ, മുഖ്യമന്ത്രി പിണറായി വിജയനാവട്ടെ, LDFിൻ്റെ ദേശീയ സെക്രട്ടറിമാർ ഇവിടെ വന്നിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ച ഒരൊറ്റ തീരുമാനം എന്താണ്?
മുഖ്യമന്ത്രി രാജിവെക്കണം എന്നൊരൊറ്റ വലിയ ലക്ഷ്യത്തിൽ തുടങ്ങിയ സമരമാണ്. ഒരു ജുഡീഷ്യൽ അന്വേഷണം എന്നുള്ളത് അതിൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ ആവശ്യം മാത്രമേ ആവുന്നുണ്ടായിരുന്നുള്ളൂ ജയിക്ക്. ഇപ്പോൾ ജുഡീഷ്യൽ അന്വേഷണമാണെങ്കിൽ CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ചോദിച്ചാൽ പോരെ ആ സമരത്തിന്? അവിടെയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങിപ്പോൾ എന്നേക്കാൾ നന്നായി മാധ്യമപ്രവർത്തന രംഗത്ത് നടത്തിയ അനുഭവങ്ങൾ ഓർമ്മകളൊക്കെയുള്ള വ്യക്തി കൂടെയാണല്ലോ. എങ്ങനെയാണ് കേരളത്തിൽ, ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടികൾ, ലോകമെമ്പാടുമുള്ള അനുഭവങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കുക, വിദ്യാർത്ഥി സംഘടനകൾ, യുവജന സംഘടനകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരു സമരമുദ്രാവാക്യത്തെ ഫ്രെയിം ചെയ്യുന്നത് എങ്ങനെയാണ്? ആ സമരത്തെ ബഹുജന സമരമായി വളർത്തിയെടുക്കുകയും പിന്നീട് ആ സമരത്തിന്റെ മുദ്രാവാക്യത്തിന്റെ പരിപൂർണതയിൽ മാത്രമാണോ ആ സമരം അവസാനിപ്പിക്കുക? അങ്ങനെയാണെങ്കിൽ ഇന്നയോളമുള്ള ഇന്ത്യയുടെ ചരിത്രത്തിൽ നടത്തപ്പെട്ട എത്രയോ സമരങ്ങൾ, 1000-900-ലധികം വരുന്ന സമരങ്ങളും പരാജയപ്പെട്ട സമരങ്ങളാണെന്ന് നമുക്ക് വിലയിരുത്താൻ പരിഹാരം ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൊണ്ടാണ്. അന്നത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒരു കേവലം ഒരു സമരമുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ ഒരു സമരം നയിക്കുമ്പോൾ മുന്നോട്ട് വെക്കുന്ന ഒരു കേവല സമരമുദ്രാവാക്യം എന്നതിനപ്പുറം പല സമരവഴികൾ നോക്കിയിട്ടും പാഠം പഠിക്കാത്ത UDF സർക്കാരിനെ വലിച്ചു താഴെയിടുക എന്ന് ഉറച്ച് പ്രഖ്യാപിച്ച് അത് തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന സമരമാണ് ജയിക്ക്. അതിൻ്റെ ഒരു കേവല സമര മുദ്രാവാക്യത്തിനപ്പുറം മുഖ്യമന്ത്രി പിണറായി വിജയനെ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കുക എന്നതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. ആ സമരം ഒരു 2 നാൾ 3 നാൾ നീണ്ടുപോയിരുന്നെങ്കിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് രാജിവെക്കലല്ലാതെ മറ്റ് നിർവാഹമില്ലാത്ത സാഹചര്യം ഉണ്ടാവുമായിരുന്നു ജയിക്ക്. അങ്ങ് വീണ്ടും ഞാൻ ഈ സമരത്തെ സംബന്ധിച്ച് വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്കതിന്റെ ആംബിയൻസ് ഓർമ്മയില്ലാഞ്ഞിട്ടാണോ എന്ന സംശയം ചോദിക്കുന്നുണ്ട്. ഞാൻ പറയുകയാണ്, ഞാനന്ന് എന്തായിരുന്നു ഇവിടായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ ചർച്ചയിൽ വിശദീകരിക്കേണ്ടതില്ല. പക്ഷേ അങ്ങ് മനസ്സിലാക്കേണ്ടത്, ഞാനന്ന് കോളേജ് വിദ്യാർത്ഥിയായി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഏരിയ സെക്രട്ടറി നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ആളായിരുന്നു. ഞങ്ങളുടെ ജില്ലയായിരുന്നു ഈ സമരത്തിന്റെ ഏറ്റവും അതിശക്തമായ രണോത്സുകമായ സമരങ്ങളുടെ കേന്ദ്രമുണ്ടായിരുന്നത്. വിവിധ കേന്ദ്രങ്ങളിൽ കരിങ്കൊടി സമരം സമയമേതുമില്ലാതെ അലയടിച്ചുയർന്ന ജില്ലയുടെ ഭാഗമായിരുന്നു. ആ സമര സംഘടനത്തിന്റെ ഭാഗമായിരുന്നു ഞങ്ങളൊക്കെ. അപ്പോൾ സമരത്തിന്റെ ആംബിയൻസിനെ സംബന്ധിച്ചുള്ള സർട്ടിഫിക്കറ്റോ ക്ലാസോ എന്തായാലും അങ്ങയുടെ കയ്യിൽ നിന്ന് തൽക്കാലം പരമപ്രധാനമായ മുദ്രാവാക്യം, ഒരു സമരമുദ്രാവാക്യം എന്നതിനപ്പുറം രാജിവെപ്പിക്കുക എന്ന തീരുമാനത്തിൽ തന്നെ അല്ലേ സാർ കാസർഗോഡ് നിന്ന് കളിയിക്കാവളെയുള്ള സമരസഖാക്കൾ തിരുവനന്തപുരത്തേക്ക് തടിച്ചുകൂടിയത് അല്ലേ? അതോ ജുഡീഷ്യൽ അന്വേഷണം മതി എന്ന തീരുമാനത്തിലായിരുന്നു അന്ന് തന്നെ? എനിക്കറിയില്ല. അതിന് ഇനി എൻ്റെ ഓർമ്മ പ്രശ്നമാണെങ്കിൽ അങ്ങേക്ക് അതിന്റെ ഇൻസൈഡർ എന്നുള്ള നിലയ്ക്ക് അങ്ങേക്ക് അറിയാമെന്ന് പറഞ്ഞു അങ്ങ് വെളിപ്പെടുത്തിക്കൊള്ളൂ. അങ്ങ് എത്രയോ തവണ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് അത്ഭുതമില്ല, അങ്ങേക്ക് ഇത് തുടരാം, അങ്ങയുടെ ശൈലി അതാണല്ലോ. അപ്പോൾ എന്തായാലും അങ്ങ് മനസ്സിലാക്കേണ്ടത്, സമരത്തെ സംബന്ധിച്ച് വിശകലനം ചെയ്യുമ്പോൾ മാധ്യമപ്രവർത്തകർക്കും അല്പം ചരിത്രബോധത്തോടുകൂടെ ഇന്ത്യയിലും രാജ്യത്തും ലോകത്തും കേരളത്തിലും നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന സമരങ്ങളെയും മുദ്രാവാക്യങ്ങളുടെ പൂർത്തീകരണത്തെയും അതിന്റെ വിജയപരാജയങ്ങളുടെ മാനകത്തെയും ഒക്കെ സംബന്ധിച്ച് നല്ല ബോധ്യത്തോടുകൂടെ ചർച്ചയാവാം, ബോധ്യങ്ങളാകാം. എന്താണ് പ്രത്യേകത? ഇപ്പൊ അങ്ങ് ഓർക്കുന്നില്ലേ, നമ്മൾ അമേരിക്കൻ ബോർഡർ അടവിക്കടലിൽ എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആയിരക്കണക്കിന് വരുന്ന മനുഷ്യന്മാർ രക്തസാക്ഷിത്വം വരിച്ച സമരം നടന്ന മണ്ണല്ലേ കേരളം? ആ സമരത്തെ തുടർന്നാണല്ലോ പിന്നീട് കേരളം രൂപീകരിക്കപ്പെട്ടത്. അങ്ങയുടെ ഇൻസ്റ്റന്റ് സമര വിജയത്തിന്റെ മുദ്രാവാക്യം വെച്ച് പരിശോധിച്ചാൽ ആയിരങ്ങൾ കൊല്ലപ്പെട്ടിട്ടും പരാജയപ്പെട്ടു പോയ സമരമായി അങ്ങ് വേണമെങ്കിൽ ആ സമരത്തെ വിലയിരുത്തത്തില്ലേ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഒരു 100 വയസ്സ് നീണ്ടു നിൽക്കുന്ന അനുഭവം പറയാനില്ലേ? എത്രയോ സമരഘട്ടങ്ങൾ വേണമെങ്കിൽ നിർത്തിവെക്കേണ്ട വരികയും അവസാനിപ്പിക്കേണ്ട വരികയും ആളുകൾ കൊല്ലപ്പെടുകയും സമരത്തിന്റെ ഗതിവിഗതികൾ കൈവിട്ടു പോയപ്പോൾ അവസാനിപ്പിച്ച് തൽക്കാലത്തേക്കെങ്കിലും നിർത്തിവെച്ച് പിന്തിരിഞ്ഞു പോവുകയും ചെയ്യേണ്ടവന്ന അനുഭവം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഇൻസ്റ്റന്റായി നിർത്തിവെക്കേണ്ടവന്ന ഘട്ടമൊക്കെ സമരം പരാജയപ്പെട്ടു, സ്വാതന്ത്ര്യ സമരം പരാജയപ്പെട്ടു എന്ന വിലയിരുത്തൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ അങ്ങ് സൂചിപ്പിച്ചത് തന്നെയാണ്, അർത്ഥശങ്കകൾക്കിടയില്ലാത്ത വണ്ണം. നമ്മുടെ ചോദ്യം അത് തന്നെയാണ്. ഇൻസ്റ്റന്റായി ആ സമരം 2 ആഴ്ച കാലത്തേക്ക് ഒരുങ്ങി വരാൻ ബ്രാഞ്ച് അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകി എല്ലാവരും ഒരുങ്ങി വന്ന ആ ആവേശത്തിൽ നിന്ന് സമരം 30 മണിക്കൂറിൽ തീരേണ്ട ഇൻസ്റ്റന്റ് സാഹചര്യം എന്തായിരുന്നു ജയിക്ക്? ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് തന്നെയാണ് വരുന്നത്. പക്ഷെ അങ്ങേക്ക് ഇടപെട്ടേ മതിയാവുകയുള്ളൂ. ഇതാണ് അങ്ങയുടെ സമീപനം. എനിക്കൊരു പ്രയാസവും ഇല്ല. ഞാൻ ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അനിവാര്യമായ അനിഷ്ടകരമായ ഒരു യാഥാർത്ഥ്യം എന്നതുപോലെ, അപ്രിയമായ സത്യം എന്നതുപോലെ ഇത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങയുടെ മുമ്പിൽ ഇരുന്ന് തരാൻ വേണ്ടി ഞാൻ വന്നത്. ഈ ഇൻസ്റ്റന്റ് മുദ്രാവാക്യത്തിന്റെ പ്രത്യേകത എന്താ അങ്ങ് മനസ്സിലാക്കുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 8 വർഷമായില്ലേ? ഒരു 1000 പരാജയപ്പെട്ട സമരങ്ങളുടെ നേതാവല്ലേ നമ്മുടെ ഈ ചർച്ചയിൽ വന്നിരിക്കുന്ന കോൺഗ്രസിന്റെ നേതാവ്?
10,000 തവണ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ നേതാവും ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും പിണറായി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തിയില്ലേ? അപ്പൊ പരാജയപ്പെട്ട സമരങ്ങളുടെ തോഴനാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്, ഈ ചർച്ചയിൽ വന്നിരിക്കുന്ന കോൺഗ്രസ് നേതാവ്. അങ്ങനെ വിലയിരുത്താൻ വേണ്ടി പറ്റുമോ? എങ്ങനെയാണ് ഒരു സമരമുദ്രാവാക്യം പൂർത്തീകരിക്കപ്പെടുക? അത് അർത്ഥസമ്പൂർണ്ണമായി വിജയിക്കപ്പെടുന്നത് എപ്പോഴാണ്? അങ്ങ് സൂചിപ്പിച്ചതാണ് ശരി. ഞങ്ങൾ ഒറ്റ ദിവസം സെക്രട്ടേറിയറ്റിലേക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഞങ്ങളുടെ ബ്രാഞ്ചിൽ നിന്ന് 2 പ്രവർത്തകരെ വീതം സമരയാത്ര സംഘടിപ്പിച്ച് അങ്ങോട്ടേക്ക് എത്തിച്ചതായിരുന്നില്ല. സോളാർ സമരത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഗ്രാമപഞ്ചായത്തുകളിൽ, ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ, നഗരസഭാ കേന്ദ്രങ്ങളിൽ, കോർപ്പറേഷൻ കേന്ദ്രങ്ങളിൽ, ജില്ലാ കേന്ദ്രങ്ങളിൽ തുടർച്ചയായി സമരം നടന്നു. ആ സമരത്തിന്റെ ആത്യന്തികമായ അവസാനമാണ് എന്ത്? തിരുവനന്തപുരത്ത് കേരളത്തിന്റെ തലസ്ഥാന നഗരിയിലേക്ക് എല്ലാ CPIMന്റെ ബ്രാഞ്ച് കമ്മിറ്റികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 10,000 വരുന്ന അണികളെ, പ്രവർത്തകരെ കേന്ദ്രീകരിപ്പിക്കുക എന്നുള്ളത് എന്തുകൊണ്ടാണ്? ഘട്ടം ഘട്ടമായി കേരളത്തിലെ കോൺഗ്രസ് ഭരണം അവസാനിപ്പിക്കണം, അതിന്റെ പ്രതീകമായ മുഖ്യമന്ത്രിയും ഈ സംഘവും കേരളത്തിൽ നിന്ന് രാജിവെച്ച് പോകണമെന്നുള്ളത് കേരളത്തിലെ ബഹുജനങ്ങളുടെ മുദ്രാവാക്യമാക്കി മാറ്റുക, കേരളത്തിലെ രാഷ്ട്രീയ ചുവരെഴുത്താക്കി മാറ്റുക, അതായിരുന്നു ആ സമരത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം. അപ്പോൾ ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷനും ആ ടേംസ് ഓഫ് റെഫറൻസിൽ CMOയും വന്നതോടുകൂടെ ഞങ്ങൾ സമരം അവസാനിപ്പിച്ചു, നേരെ തെരഞ്ഞെടുപ്പിലേക്ക് പോയി. ഇപ്പോൾ ഇവർ സൂചിപ്പിക്കുന്ന ഇന്നയോളം കേരളം കണ്ടിട്ടുള്ള ഏറ്റവും ജനകീയനായ നേതാവിനെ അപ്പുറത്ത് വെച്ചിട്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. ഞങ്ങൾ സോളാർ കേസിന്റെ വിവിധ ഘട്ടങ്ങൾ, ആ കാര്യങ്ങൾക്കകത്ത് കോൺഗ്രസ് സ്വീകരിച്ച തെറ്റായ സമീപനങ്ങൾ, അഴിമതിയുടെ മാനമുള്ള 100 വരുന്ന സംഭവവികാസങ്ങൾ, CDR, ആദരണീയനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഖ്യമന്ത്രി പോലും അറിയാതെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടാൻ ശ്രമിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ വിശദീകരിച്ചു. ആരോടൊപ്പമായിരുന്നു കേരളത്തിലെ ജനങ്ങൾ? ഞങ്ങൾ ഉയർത്തിയ സമരമുദ്രാവാക്യം കേരളത്തിലെ കോൺഗ്രസ് അടക്കമുള്ള ബഹുജനങ്ങൾ സ്വീകരിച്ചത് കൊണ്ടാണ് ജനകീയതയുടെ പരിപ്രേക്ഷ്യമുണ്ടായിരുന്ന ഒരു നേതാവ് അപ്പുറത്തുണ്ടായിട്ടും പിണറായി വിജയന്റെയും VS അച്യുതാനന്ദന്റെയും നേതൃത്വത്തിലുണ്ടായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ണഞ്ചിപ്പിക്കുന്ന ഭൂരിപക്ഷത്തോടുകൂടെ 2016 മുതൽ ഇപ്പോൾ 2024 വരെ. ശരി ശരി ശ്രീ യുവരാജ് ഗോകുൽ, അപ്പൊ അന്ന് ആ സമരത്തിന്റെ സമയത്ത് അന്ന് ബേക്കറി ജംഗ്ഷനിൽ ഒരു ചെറിയ കല്ലേർ ഉണ്ടാവുന്നുണ്ട്. ആ കല്ലേർ ഉണ്ടാകുമ്പോൾ തന്നെ വലിയ ഒരു സ്ഫോടനാത്മകമായ സാഹചര്യം ഉണ്ടാവുകയും അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ അങ്ങോട്ടേക്ക് നടന്നു വന്ന് അണികളെ സമാധാനിപ്പിക്കുന്നതുമൊക്കെ ആ ദിവസത്തെ കാഴ്ചയാണ്. ഇപ്പം നമ്മുടെ ജനറേഷൻ്റെ ഓർമ്മകളിൽ അതിനു മുൻപോ അത് കഴിഞ്ഞോ അങ്ങനെ ഒരു സമരം കേരളം കണ്ടിട്ടില്ല. അപ്പോൾ കാസർഗോഡ് മുതലുള്ള പ്രവർത്തകർ അങ്ങോട്ടേക്ക് വരുന്നു. 1 ലക്ഷത്തോളം ആളുകൾ, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 50,000 ആളുകളെങ്കിലും ആ സെക്രട്ടറിയുടെ ആ പരിസരത്തിൽ മാത്രമായി നിൽക്കുന്നു. ഒരുപക്ഷെ പാർട്ടി നേതൃത്വം തിരിച്ചറിയുന്നുണ്ട് ഇത് പിടിവിട്ടു പോകുമോ എന്ന ഒരു തോന്നലിൽ സമരം അവസാനിപ്പിച്ചേക്കാം എന്നൊരു ചർച്ചയ്ക്ക് ഇനിഷ്യേറ്റീവ് CPM തന്നെ എടുത്താണെങ്കിൽ അതൊരു തെറ്റ് കാണാനുണ്ടോ ശ്രീ യുവരാജ് ഗോകുൽ? ഹാഷ്മി, ഇതിനകത്ത് BJP ഉന്നയിച്ച ആരോപണത്തെ സാധൂകരിക്കുന്ന തലത്തിലാണ് ഇവിടെ സംസാരിച്ച 3 പേരും സംസാരിച്ചിരിക്കുന്നത്. ഒരു തിരുവനന്തപുരത്തുകാരൻ എന്നുള്ള നിലയിൽ മറ്റുള്ള ജില്ലക്കാരെ പോലെ അല്ല, ഒരല്പം ചിരിയോടുകൂടി അല്ലാതെ നമുക്ക് ഈ സമരത്തെക്കുറിച്ച് ഓർക്കാൻ സാധിക്കില്ല എന്നുള്ളതുണ്ട്. അത് പിണറായി വിജയൻ വന്നിട്ട് അവിടെ സമാധാനിപ്പിക്കുകയും സ്ഫോടനാത്മകമായ അന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്തൊന്നുമല്ല. ചാണ്ടി ഉമ്മൻചാണ്ടി അല്ല, ചാണ്ടി ചണ്ടിച്ചാണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ മുദ്രാവാക്യമൊക്കെ വിളിച്ചുകൊണ്ട് ഈ ബേക്കറി ജംഗ്ഷനിൽ നിന്നൊക്കെ കയറി വരുന്ന കാഴ്ചകൾ എനിക്കിന്നും ഓർമ്മയുണ്ട്. ഇങ്ങനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ഉമ്മൻചാണ്ടി നിന്നെ ഞങ്ങൾ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് വന്നവര് ഒരു 24 മണിക്കൂർ കഴിയുമ്പോൾ മണിച്ചിത്രത്താഴിൽ ഗണേശന്റെ പിറകിലിരുന്ന് പോകുന്ന ഇന്നസെന്റിന്റെ മുഖഭാവത്തോടു കൂടി തിരുവനന്തപുരം വിട്ടുപോകുന്നത് ഇന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിരിയോടുകൂടി മാത്രം തിരുവനന്തപുരത്തുകാർക്ക് ഓർക്കാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. അതെന്തോ ആയിക്കൊണ്ട് പോട്ടെ. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ BRM ഷഫീർ അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സമരം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒത്തുതീർപ്പിൻ്റെതായ വഴികൾ തുടങ്ങുമെന്ന്. അതായത് ഒത്തുതീർപ്പിൻ്റെ വഴി അവർ തുടങ്ങിയെന്നും ശ്രീ ജോൺ മുണ്ടക്കയം പറഞ്ഞതിനെ തള്ളുന്നില്ല എന്നുമുള്ള തലത്തിലാണ് ശ്രീ BRM ഷഫീർ ഇവിടെ സംസാരിച്ചത്. അതുപോലെ തന്നെ ശ്രീ ജയ്ക്ക് അദ്ദേഹവും പറയുന്നുണ്ട് സമരത്തിന് ഞങ്ങൾ പല മുദ്രാവാക്യങ്ങളും വെക്കും. അദ്ദേഹം വളരെ കാവ്യാത്മകമായ ഭാഷയിൽ സുഗത അത് ഇത് എന്നൊക്കെ പലതും പറഞ്ഞെങ്കിലും അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇത്രയേ ഉള്ളൂ, ഞങ്ങളങ്ങനെ പല മുദ്രാവാക്യങ്ങളും ഒക്കെ പറയും, പക്ഷേ ഏറ്റവും അവസാനം എത്തുമ്പോഴേക്കും ഞങ്ങൾ കിട്ടുന്നതും വാങ്ങിക്കൊണ്ട് സമാധാനപ്പെട്ട് പിരിഞ്ഞു പോകും എന്നൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചു വന്നത്. പിന്നെ ശ്രീ ജോൺ മുണ്ടക്കയം അദ്ദേഹം തന്നെ പറയുന്നുണ്ടായിരുന്നു TP ചന്ദ്രശേഖരൻ, ഹാഷ്മി ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, TP ചന്ദ്രശേഖരൻ വധക്കേസിൽ എന്തെങ്കിലും ഒരു ഡീല് നടന്നതോ കോംപ്രമൈസ് നടന്നതായിട്ടോ അങ്ങേക്ക് അറിയാമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെ അദ്ദേഹവും കേട്ടിട്ടുണ്ട് എന്നുള്ള തലത്തിൽ, അതിപ്പോൾ BJP ആരോപണം ഉന്നയിച്ചപ്പോഴല്ല മുമ്പ് തന്നെ അദ്ദേഹവും കേട്ടിട്ടുണ്ട് എന്നുള്ള തലത്തിലാണ് അദ്ദേഹവും മറുപടി പറയുന്നത്. BJP പറഞ്ഞതും ഇത്രയേ ഉള്ളൂ, അതായത് ഈ സമരം ഒരു പ്രഹസന സമരമായിരുന്നു. അവരൊരു സമരം തുടങ്ങി, ടോയ്ലറ്റുകളൊക്കെ പൂട്ടിയിട്ടു, ചില പ്രത്യേക തരത്തിലുള്ള സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ ഈ വന്നുകൂടിയ സഖാക്കൾക്ക് മേലുണ്ടായി, എങ്ങനെയെങ്കിലും ഈ സമരം ഒന്ന് നിർത്തിപ്പോയാൽ മതി എന്നൊക്കെ വെറുതെ പറഞ്ഞു. പ്രകൃതിയുടെ വിളി, ടോയ്ലറ്റ് ഇല്ല എന്നൊക്കെ വെറുതെ പറഞ്ഞു. അതൊക്കെ കൃത്യമായ സംഘാടനം. ഇപ്പോൾ അന്ന് ഈ ബേക്കറി ജംഗ്ഷനിലാണ് കാസർഗോഡ് നിന്ന് വന്ന സമരക്കാർക്ക് അറേഞ്ച്മെന്റ് നിർത്താൻ അതിനൊരു മേൽനോട്ടം ഉണ്ടായിരുന്നു. കാര്യം
നമ്മളൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലേ, അവിടെ നേരിട്ട് പോയ ആൾക്കാരാണ്. അവിടെ സംഘാടനം ഉണ്ടായിരുന്നു, അവിടെ ജഗതിയിലൊരു മൈതാനം എന്താണ് ഈ ടാർപ്പാവൊക്കെ വിരിച്ച് സംവിധാനം ഒരുക്കിയിരുന്നു. അതുകൊണ്ട് ഈ പ്രകൃതിയുടെ വിളി എന്നൊക്കെ പറഞ്ഞത് വെറുതെയാണ്, അതൊന്നുമല്ല. അതിനൊക്കെയുള്ള സംഘാടനം ചെയ്തിരുന്നു CPM, യുവരാജ് ഗോകുൽ. ശരി, അപ്പോൾ പ്രകൃതിയുടെ വിളി ഇല്ലാന്നുണ്ടെങ്കിൽ അവരെന്തുകൊണ്ട് ശരി അപ്പോൾ ആരോപണം ഇല്ലാന്നുണ്ടെങ്കിൽ അവരെന്തുകൊണ്ട് ആ സമരം നിർത്തിപ്പോയി എന്നുള്ള കാര്യം അവർ പറയണം. CPM-നെ പോലെ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരുപാട് സമരങ്ങൾ കേരളത്തിൽ ചെയ്ത ചരിത്രമുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, അവർ ഇത്രയധികം കോലാഹലങ്ങളും സന്നാഹങ്ങളുമായിട്ട് വന്നതിന് ശേഷം ഇവിടുന്ന് പിന്തിരിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു ഡീൽ എന്നുള്ള കാര്യം അവർ പറയണം. ഒരു ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറയുന്ന വളരെ നിസ്സാരമായിട്ടുള്ള, കേരളം കേട്ട് തഴമ്പിച്ചിട്ടുള്ള ഏത് മന്ത്രിസഭ വന്നാലും ഏത് ആരോപണം വന്നാലും ഒരു ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറയുന്നത് ഒരു പ്രഹസനമായിട്ടുള്ള പല കാര്യങ്ങളുമായിട്ടാണ് പലപ്പോഴും നിലനിന്ന് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചെറിയ ആവശ്യവും മാത്രവുമായിട്ട് CPM പിന്തിരിഞ്ഞു പോകുമോ? പോകില്ല എന്നുള്ളതാണ്. അതിനവർക്ക് കൃത്യമായിട്ടൊരു കോംപ്രമൈസ് ഡീൽ ഉണ്ടായിരുന്നു. ആ കോംപ്രമൈസ് ഡീൽ എന്ന് പറയുന്നത് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ യഥാർത്ഥ പ്രതികളെ രക്ഷിച്ചുകൊള്ളാം എന്നുള്ള ഡീലായിരുന്നോ? ആ കോംപ്രമൈസ് ആയിരുന്നോ? ഇതിന് മറുപടി പറയാൻ UDF-ഉം ബാധ്യസ്ഥമാണ്, LDF-ഉം ബാധ്യസ്ഥമാണ്. UDF-ലിരിക്കുന്ന KK രമ ഉൾപ്പെടെയുള്ളവർ, RMP ഉൾപ്പെടെയുള്ളവർ, അവർ ബാധ്യസ്ഥരാണ്. കൃത്യമായിട്ടും ഈ വിവരം എന്തായിരുന്നു എന്നുള്ള കാര്യം പൊതുജന സമൂഹത്തിന്റെ മുമ്പിൽ പറയുവാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമരങ്ങൾ കഴിഞ്ഞ 60-70 വർഷങ്ങളായിട്ട് കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമരങ്ങളുടെ ഒരു പതിപ്പ് മാത്രമാണിത്. ഈ സോളാർ വിഷയത്തിൽ മാത്രമാണ് പിന്നീട് തുടർന്ന് ഇങ്ങോട്ടും ഒരുപാട് തലത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതായത് എന്താണ്, ഇപ്പോൾ നേരത്തെ പണ്ട് ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്ററായിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം വന്നൊരു വെളിപ്പെടുത്തൽ നടത്തുന്നു ഉമ്മൻചാണ്ടിയുടെ മരണത്തോടു കൂടി. ഇപ്പൊ ശ്രീ ജോൺ മുണ്ടക്കയത്തിനെ പോലെ വളരെ ബഹുമാന്യനായ ഒരു മാധ്യമ പ്രവർത്തകൻ. അപ്പൊ ഈ സോളാറിന്റെ ബാധ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ബാധയാണോ എന്ന് മനസ്സിലാവുന്നില്ല. ഒരുപാട് വന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞത് മാധവൻകുട്ടിയുടെ വെളിപ്പെടുത്തൽ മാത്രമല്ല, സോളാർ കേസ് കഴിഞ്ഞ ഒരു 10-11 വർഷമായിട്ട് അതിങ്ങനെ നിലനിന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അത് നിലനിന്നുകൊണ്ട് പോട്ടെ. അപ്പൊ ചോദിക്കാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. CPM എന്തായാലും ഒരു ചെറിയ സമരമല്ല, ഇത്രയും സന്നാഹത്തോടു കൂടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു സമരമാണ്. ആ സമരം ജുഡീഷ്യൽ അന്വേഷണം പോലെ വളരെ നിസ്സാരമായിട്ടുള്ള, നമ്മൾ കേട്ട് തഴമ്പിച്ച ഒരു ആവശ്യവുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യം നേടിയെടുത്തുകൊണ്ട് ഇത് പിന്തിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് തയ്യാറാകുമോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു ഡീല് നടന്നിട്ടുണ്ട്. ആ ഡീൽ എന്താണ് എന്നുള്ള കാര്യമാണ് പൊതുജനത്തിന് അറിയേണ്ടത്. അത് പൊതുജനത്തിന് മുമ്പിൽ പറയാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ UDF-ഉം ബാധ്യസ്ഥരാണ്, LDF-ഉം ബാധ്യസ്ഥരാണ്. ജോൺ മുണ്ടക്കയം, ഇവിടെ അങ്ങയുടെ ദീർഘനാളത്തെ മാധ്യമപ്രവർത്തന സബരിയയിൽ അങ്ങനെ ഒരു സമരം താങ്കൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ശരിയാണ്, എല്ലാ സമരത്തിലും ഇത്തരത്തിൽ പിണറായി വിജയൻ രാജിവെക്കണം, ഉമ്മൻചാണ്ടി രാജിവെക്കണം, അല്ലെങ്കിൽ ഇന്ന മന്ത്രി രാജിവെക്കണം എന്ന ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം വെക്കാറുണ്ട്. പക്ഷേ ആ അസാധാരണ സമരത്തിൽ, ആ അങ്ങേയറ്റം അസാധാരണമായ സമരത്തിൽ ഉമ്മൻചാണ്ടി രാജിവെക്കണം എന്ന മുദ്രാവാക്യം കേവലം ഒരു സമര മുദ്രാവാക്യമായി വെച്ചതാണോ, അതോ അത് ഉദ്ദേശിച്ചു തന്നെ എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിനെ താഴെ ഇറക്കിയിട്ടേ മടക്കമുള്ളൂ എന്ന പ്രഖ്യാപനം ആ സമരത്തിന്റെ തീരുമാനമായി വന്നതായിരുന്നോ ശ്രീ ജോൺ മുണ്ടക്കയം? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയുള്ള സമരമായിരുന്നത്. ആ ലക്ഷ്യം പിന്നെ ഇടയ്ക്ക് വെച്ചൊരു വേണ്ടെന്ന് വെച്ചു. അതാണല്ലോ അതിന്റെ കാരണങ്ങളാണല്ലോ ഇപ്പൊ ചർച്ച ചെയ്യുന്നത്. അപ്പം അവരുടെ ലക്ഷ്യം അത് തന്നെയായിരുന്നു, ഉമ്മൻചാണ്ടി രാജിവെപ്പിക്കുക, ഉമ്മൻചാണ്ടി ഈ സർക്കാരിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയായിരുന്നു. അപ്പൊ എന്റെ പുസ്തകത്തിന്റെ ഒരു കാതലായിട്ടുള്ള കാര്യം അത് തന്നെയാണ്. ഈ ഒരു വിവാദത്തിനപ്പുറത്തേക്ക് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രീയ നേതാവ്, അദ്ദേഹത്തെ കുറിച്ചുള്ള അഭിപ്രായം ആരുടെ എന്തും ആയിക്കോട്ടെ, പക്ഷെ ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെ വേട്ടയാടപ്പെട്ടു, ആ രാഷ്ട്രീയ നേതാവിന്റെ വേട്ടയാടലില് ആരൊക്കെ പങ്കാളികളായി, അവർക്ക് എതിരായിട്ട് എന്ത് നടപടി ഉണ്ടായി, അത് ചർച്ച ചെയ്യപ്പെടുന്നില്ല. അല്ലെങ്കിൽ അത് ഒരു ഘട്ടത്തിൽ എല്ലാവരും അത് കൈവിട്ടു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു കേസ് ഉണ്ടാകുന്നു, ആ കേസിന്റെ അന്വേഷണം നടത്തുന്ന ഭരണ രംഗത്തുള്ള പിന്നെ സർക്കാർ നിർദ്ദേശിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാര് വീണ്ടും അന്വേഷിച്ചിട്ട് തെളിവില്ലാതെ പോകുന്നു, CBI അന്വേഷിച്ചിട്ട് തെളിവില്ലാതെ പോകുന്നു. അവസാനം ഇത് കോടതിയിലെത്തിയിട്ട് 5 പിന്നെ ഹൈക്കോടതി വിധികൾ ഈ കേസിൽ ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായിട്ടുണ്ടാകുന്നു. എല്ലാം കഴിഞ്ഞ് ഉമ്മൻചാണ്ടി കുറ്റവിമുക്തനാകുന്നു. ഒക്കെ ശരിയാണെങ്കിൽ പോലും ഇതിനകത്ത് ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ടോ, ഉണ്ടെങ്കിൽ അത് ചെയ്തവരെ ശിക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ അതൊന്ന് വെളിച്ചത്ത് വരണ്ടേ. അതെന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളതിലേക്കാണ് എന്റെ പുസ്തകം ഞാൻ ലക്ഷ്യം വെക്കുന്നത്. ജോൺ മുണ്ടക്കം, ഇവിടെ CPM-ന് അറിയാം, CPM-ന്റെ അതിന്റെ സംഘടനാ സംവിധാനം വെച്ച് കാസർഗോഡ് മുതലുള്ള ഒരു ബ്രാഞ്ചിൽ നിന്ന് 2 പേരെ വെച്ച് ക്ഷണിച്ചാൽ എത്രത്തോളം ആളുകൾ ഇങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മറ്റു പാർട്ടികൾ പോലെയല്ല. അവർ വിളിച്ചാൽ കൃത്യമായി വരുന്ന, ഓഡിറ്റ് ചെയ്യാൻ കഴിയുന്ന കൃത്യമായ പ്രവർത്തകരാണ്. അവരങ്ങോട്ടേക്ക് എത്തുമെന്ന കാര്യം CPM-ന് അറിയാം. അവരെത്തിയാൽ ഏത് രീതിയിലാണ് ആ പറയുന്ന സെക്രട്ടേറിയറ്റിന്റെ ചുറ്റുവട്ടം ജനനിബിഡമാവുക എന്നതറിയാം.
ഇപ്പോൾ 2 ആഴ്ച സമരം എന്നൊക്കെ പറയുമ്പോൾ CPM അതിനുള്ള മുന്നൊരുക്കങ്ങൾ, ഇപ്പോൾ ഇനി പറയുന്ന പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനടക്കം മുന്നൊരുക്കങ്ങൾ ചെയ്യാതെ CPM അങ്ങനെ ഒരു സമരം ആസൂത്രണം ചെയ്യുമോ? അപ്പോൾ അങ്ങനെ ആസൂത്രണം ചെയ്തൊരു സമരം ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിൽ ആ സമരം ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പ്രാക്ടിക്കൽ പ്രശ്നം കാരണം അത് പരിഹരിച്ചേക്കാം എന്ന രീതിയിലേക്ക് പോയി എന്ന് കരുതാൻ ബുദ്ധിമുട്ടുണ്ട്, എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ശ്രീ ജോൺ മുണ്ടക്കയം. അല്ല, അത് തീർച്ചയായിട്ടും പിന്നെ ഞാനന്ന് കേട്ട കാര്യം അങ്ങനെയാണ്. ജനങ്ങളെ നിയന്ത്രിക്കാൻ, അത് മാത്രമല്ല ഇതൊരു സ്ഫോടനാത്മകമായ ലെവലിലേക്ക് അത് പോയി. പിന്നെ ഈ 2-3 ദിവസം ഈ അവധി പ്രഖ്യാപിച്ചതും എല്ലാം കൂടെ ചേർന്നാണ്. അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും രാഷ്ട്രീയ സാഹചര്യം ഉണ്ടോ ഇല്ലോ എന്നുള്ളത് പറയാൻ ഞാൻ ആളല്ല. എനിക്ക് അങ്ങനെ എൻ്റെ കയ്യിൽ അങ്ങനെ തെളിവില്ല, എനിക്ക് അങ്ങനെ ഒരു സൂചനയും ലഭിച്ചിട്ടുമില്ല. സമരം അവസാനിപ്പിച്ചിട്ടില്ല. ജനസമ്പർക്കമായാലും ജനസംസർഗമായാലും ഞങ്ങൾ തടയും. ജുഡീഷ്യൽ അന്വേഷണ പരിഗണനാ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും കൂടി ഉൾപ്പെടുത്തിയില്ലെങ്കിൽ അന്വേഷണം അംഗീകരിക്കില്ല എന്ന നിലപാടിൽ പിണറായി ഉറച്ചു. തുടരും എന്നുള്ളതാണ് അങ്ങയുടെ ഈ 3ാം ഖണ്ഡശ അവസാനിക്കുന്നത്. അതിൻ്റെ ബാക്കി തുടർഭാഗങ്ങളിൽ അങ്ങയുടെ ബാക്കി പുസ്തകത്തിൽ ഇത്തരത്തിലുള്ള അങ്ങയുടെ മറ്റ് നേർബോധ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ ശ്രീ ജോൺ മുണ്ടക്കയം? അല്ല ഹാഷിം, ഞാൻ ശരിക്കും പ്രധാനമായിട്ട് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു വീഴ്ച വരുത്തിയത്, ഏറ്റവും വലിയ തെറ്റ് ചെയ്തത് കമ്മീഷനാണ്. ശിവരാജൻ കമ്മീഷന്റെ അന്വേഷണത്തിൽ എന്തെല്ലാം വീഴ്ചകൾ വന്നു. ശിവരാജൻ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ ബേസിൽ പ്രഖ്യാപിച്ച ഒരു അന്വേഷണത്തിന്റെ ഒരു കഴമ്പില്ലായ്മ, പിന്നെ എത്രമാത്രം അത് അർത്ഥശൂന്യമായി പോയി എന്ന് തെളിയിക്കുന്ന ഒരു പുസ്തകമാണ് എൻ്റേത്. അത് ആരും വേണ്ടത്ര പഠിച്ചിട്ടില്ല. എന്താണ് ശിവരാജൻ കമ്മീഷൻ റിപ്പോർട്ട്? ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനൊരു അന്വേഷണം പ്രഖ്യാപിക്കാമായിരുന്നു. ആ റിപ്പോർട്ടിന്റെ അന്തസ്സത്തിന് ആ റിപ്പോർട്ട് എടുത്ത് ഹൈക്കോടതി പിന്നെ കൊട്ടയിലെറിഞ്ഞില്ലേ? അതുപോലും ആരും വേണ്ടവണ്ണം ചർച്ച ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് അത് എറിഞ്ഞു, എന്താണ് ഈ കമ്മീഷൻ ചെയ്തത്, അതും കൂടെ ആ പുസ്തകത്തിലുണ്ട്. അത് ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. അതോടൊപ്പം ഉമ്മൻചാണ്ടിയുടെ എതിരെ നടന്ന വേട്ടയിൽ രാഷ്ട്രീയ നേതൃത്വത്തിനുള്ള പങ്കുകൂടി അങ്ങയുടെ പ്രതിപാദ്യ വിഷയമാണോ ശ്രീ ജോൺ മുണ്ടക്കയം? തീർച്ചയായിട്ടും എനിക്ക് ലഭ്യമായ തെളിവുകളും വിവരങ്ങളും അനുസരിച്ചുള്ള ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് കയ്യിലില്ലാത്ത തെളിവുകളില്ലാത്ത എനിക്ക് ലഭിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞു കേട്ട CBI റിപ്പോർട്ടിൽ പറഞ്ഞ ഗണേഷ് കുമാറിന്റെ പങ്കിനപ്പുറത്തേക്ക് താങ്കളുടെ അറിവ് ആ വിഷയത്തിലുണ്ടോ ശ്രീ ജോൺ മുണ്ടക്കയം? പലരുടെ പങ്കും ഞാൻ അതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. ശരി, പുസ്തകം വരുമ്പോഴാണ് പക്ഷെ സൂചനയുണ്ട്. ശരി, പുസ്തകം വരുമ്പോഴാണ് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. ശ്രീ BRM ഷഫീർ, ജെക്സി തോമസ് പറയുകയാണ്, രാജ്യം ഇതുവരെ കണ്ട എല്ലാ സമരങ്ങളും എടുത്തു വെച്ചു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ട കർഷക സമരത്തിലടക്കം നോക്കുകയുള്ളൂ. മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങൾ 100% പൂർത്തീകരിക്കാതെ ഏതെങ്കിലും സമരം പൂർത്തിയായിട്ടുണ്ടോ? അപ്പോൾ പരാജയപ്പെട്ട സമരം എന്നതിനെ വിലയിരുത്താൻ കഴിയില്ല. BRM ഷഫീർ, മുഖ്യമന്ത്രി രാജിവെക്കില്ല എന്ന് ഉറപ്പിച്ചപ്പോൾ മുഖ്യമന്ത്രി എങ്ങനെയാണ് രാജിവെപ്പിക്കാൻ കഴിയുക അവർക്ക്? എനിക്കൊരല്പം സമയം തരണം. എനിക്കിത് തന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണ്? സമരങ്ങൾ വിജയിക്കുമോ എന്നുള്ളതാണ്. എല്ലാ സമരങ്ങളും വിജയിക്കത്തില്ല. അതൊക്കെ വളരെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പല സമരങ്ങളും പകുതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരും. പല സമരങ്ങളുടെയും മുദ്രാവാക്യങ്ങൾ മാറ്റേണ്ടി വരും. അതെല്ലാം അറിയാം. ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ സമരത്തെക്കുറിച്ചും പ്രതിപക്ഷ നേതാവിനെ കുറിച്ചും പറയാൻ ഇദ്ദേഹത്തിന് എന്താ അവകാശമുള്ളത്? സമരങ്ങൾ പരാജയപ്പെടും. സമരത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ ചിലപ്പോൾ മാറ്റിവെക്കേണ്ടി വരും. പക്ഷേ സമരത്തിൽ ഉന്നയിച്ച മുദ്രാവാക്യങ്ങൾ പിന്നീട് അതേപടി ഏറ്റെടുത്തുകൊണ്ട് ഇളിഭ്യരായ ചരിത്രം ഞങ്ങൾക്കില്ല കേട്ടോ. പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ്റെ പാർട്ടിക്ക് അതില്ല. എന്നാൽ നിങ്ങൾക്കോ? നിങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജിനെതിരായി സമരം നടത്തി, സ്വാശ്രയ വിദ്യാഭ്യാസത്തിനെതിരായി സമരം നടത്തി, സ്വകാര്യ സ്വത്തിനെതിരായി സമരം നടത്തി, സ്വകാര്യ സർവകലാശാലയ്ക്കെതിരായിട്ട് സമരം നടത്തി, നിങ്ങൾ വിദേശ സർവകലാശാലയ്ക്കെതിരായി സമരം നടത്തി, നിങ്ങൾ വിദേശ വായ്പകൾക്കെതിരായിട്ട് സമരം നടത്തി, നിങ്ങൾ ADBക്കെതിരായിട്ട് സമരം നടത്തി, നിങ്ങൾ വിളനിലത്തിനെതിരായിട്ട് സമരം നടത്തി. നിങ്ങൾ എവിടെയെല്ലാം സമരം നടത്തിയോ ആ സമരങ്ങൾ അപ്പടി സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ മുദ്രാവാക്യത്തെയും വെടികൊണ്ട് കിടക്കുന്നവരെയും അവഹേളിച്ച ചരിത്രം നിങ്ങൾക്കേ ഉള്ളൂ, ഞങ്ങൾക്കില്ല. നിങ്ങളിതെല്ലാം സ്വീകരിച്ചവരാണ്. എല്ലാ അർത്ഥത്തിലും നിങ്ങൾ സ്വീകരിച്ചതിന് ശേഷം വെടികൊണ്ടവരെയും അടികൊണ്ടവരെയും അവഹേളിച്ചുകൊണ്ട് അവർക്ക് കൊല്ലൂത്ത് നടത്തിയവർ നിങ്ങളാണ്, ഞങ്ങളില്ല. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെയും എന്നെയും ഞങ്ങളുടെ പാർട്ടിയെയും ഒക്കെ കുത്താൻ വന്നാൽ ഇതെല്ലാം ഓരോ തിരിച്ചുണ്ടാവും. അതാണ് ഒരു കാര്യം. ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു തൂവൽ സ്പർശം പോലെ കേരളത്തിൻ്റെ സാധുക്കളെ നെഞ്ചോട് ചേർത്തൊരു മനുഷ്യനെ തകർക്കാൻ CPM പോലെ ഒരു പാർട്ടി എത്രത്തോളം തരം താഴ്ന്നു എന്നുള്ളതാണ് ചർച്ചാ വിഷയം. നന്ദകുമാർ എന്ന് പറയുന്ന ഒരു ഇടനിലക്കാരൻ 50 ലക്ഷം രൂപ കൊടുത്ത് BSന്റെ വാക്ക് കേട്ടുകൊണ്ട് കത്ത് വാങ്ങി എന്നതുൾപ്പെടെ 16 പേജുള്ള കത്ത് 30 പേജിലേക്ക് വളർന്നതുൾപ്പെടെ പട്ടത്ത് ഒരു പാലസിൽ കൊണ്ടുപോയി മൊഴി മാറ്റിയതുൾപ്പെടെ അത് കൈരളിയിലൂടെ സംരക്ഷണം ചെയ്തതുൾപ്പെടെ ഏറ്റവും അവസാനം C ദിവാകരൻ പറഞ്ഞതുപോലെ
ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ ഇത്ര കോടി വാങ്ങിച്ചുകൊണ്ട് എഴുതി കൊടുത്ത ഉൾപ്പെടെയുള്ള നാറിയ കഥകൾ കേൾക്കുമ്പോൾ അത് എല്ലാത്തിൻ്റെയും അടി കിട്ടിയ മഹാനായ മനുഷ്യനാണ് ഈ വന്നിരിക്കുന്നത്. ഈ പാവം തോറ്റു തുലഞ്ഞതിൻ്റെ കാര്യം എന്താണെന്നറിയോ? ഈ മനുഷ്യനെ ജനങ്ങൾ ശിക്ഷിച്ചതാണെന്നറിയോ? ഇദ്ദേഹത്തിനോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല, അങ്ങനെ അല്ലാതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു മഹാനായ മനുഷ്യനെ ഇത്രയും വൃത്തികെട്ട് താങ്കൾ തോറ്റതോ? താങ്കൾ കഴിഞ്ഞ തവണ തോറ്റത് ഞാൻ അദ്ദേഹത്തെ വ്യക്തിപര താങ്കൾ കഴിഞ്ഞ തോറ്റില്ലേ? തെരഞ്ഞെടുപ്പ് ഈ മനുഷ്യൻ ഇങ്ങനെ തോൽക്കാനുള്ള കാരണം, ഈ മനുഷ്യൻ ഇങ്ങനെ തോൽക്കാനുള്ള കാരണം, ഇത്രയേറെ വോട്ട് വ്യത്യാസം വരാനുള്ള കാരണം അതാണ് ഞാൻ പറഞ്ഞത്. തോൽക്കണ എല്ലാവരും തോറ്റിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി തോറ്റിട്ടുണ്ട്, കെ കരുണാകരൻ തോറ്റിട്ടുണ്ട്, നിങ്ങൾക്കറിയോ EK നായനാർ തോറ്റിട്ടുണ്ട്. ആരെല്ലാം തോറ്റിരിക്കുന്നു, അതല്ല പ്രശ്നം. ഒരു മനുഷ്യനെ കൊല്ലാവുന്നതിൻ്റെ അത്രയും കൊന്ന്, വക്രീകരിക്കാവുന്നതിൻ്റെ അത്രയും വക്രീകരിച്ച്, ഇടനിലക്കാർ ഉപയോഗിച്ചുകൊണ്ട് ചതിച്ച്, കത്തിൻ്റെ നീളം കൂട്ടി, പിന്നെ പറയാവുന്നതിൻ്റെ അപ്പുറം അഴുക്കുരുത്തുകൾ പറഞ്ഞ് നശിപ്പിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നേരിട്ടില്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ വാഗ്വാദം. ഞങ്ങൾ ജയിച്ചില്ലേ 2011 ഞങ്ങൾ ജയിച്ചില്ലേ എന്ന് പറഞ്ഞപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ വാദഗതി? അദ്ദേഹത്തിന് അത്രയെങ്കിലും കിട്ടണം. ഇനി ഞാനൊരു കാര്യം പറയാം. ഇവിടെ ഒരു പ്രശ്നം, ഇവിടുത്തെ ഒരു കൺസെപ്റ്റ് 2 കാര്യങ്ങളാണ്. ജനനേതാക്കന്മാർ ഭരണകൂടങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രതിപക്ഷത്തിന് തിരിച്ചു വരാൻ വേണ്ടി ജനനേതാക്കന്മാരെ അപസർപ്പക കഥകളിൽ, അശ്ലീല കഥകളിൽ കുടുക്കി നശിപ്പിക്കാൻ ഒരു പാർട്ടി ഇടപെടാൻ പാടുണ്ടോ? 2, അന്വേഷണ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവരെ സ്വാധീനിച്ചുകൊണ്ട് ജനനേതാക്കന്മാരെ തകർക്കാൻ പാടുണ്ടോ? 3ാമത്തെ കാര്യം, ഏത് ഇടപാട് നടന്നാലും നന്ദകുമാറിനെ പോലുള്ള ഈ അവതാരങ്ങൾ എങ്ങനെയാണ് ഇവർക്ക് ഇടനിലയായി നിൽക്കുന്നത് എന്നുള്ള ചോദ്യം. ഇന്നിപ്പോൾ പുറത്തു വന്ന ഒരു വാർത്തയെ പറഞ്ഞുതരാം. സോളാർ സമരം ഒരു ഭാഗം നടക്കുമ്പോൾ ശ്രീ KM മാണിയെ മുഖ്യമന്ത്രിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് EP ജയരാജനും നന്ദകുമാറും കൂടി KM മാണി എന്ന് പറയുന്ന ഞങ്ങളുടെ അനിഷേധ്യനായ UDF നേതാവിനെ സമീപിച്ചെന്നും അദ്ദേഹത്തിൻ്റെ മകന് കിട്ടാതെ പോയ കേന്ദ്രമന്ത്രി സ്ഥാനത്തെ കാണിച്ചുകൊണ്ട് കൊതിപ്പിച്ചെന്നും KM മാണി സാർ ആദ്യം സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് വഴങ്ങുന്ന ഒരു ഘട്ടം വന്നെന്നും ജോസ് K മാണി എന്ന മകൻ അച്ഛനെ ചതിച്ചത് കൊണ്ടാണ് മന്ത്രിസഭ ഉണ്ടാക്കാതെ പോയതെന്നും ഒരു വെളിപ്പെടുത്തൽ ഇന്ന് വന്നു. KPCC അധ്യക്ഷനായിരുന്നാലേ K സുധാകരൻ BJP-യിൽ പോയേനെ എന്നാ നന്ദകുമാർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മുഖവരിക്ക് എടുക്കുവോ BRM? നന്ദകുമാർ പറഞ്ഞു ഇത് വിശ്വസിച്ചാൽ അത് വിശ്വസിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ അല്ല, ഒരു മിനിറ്റ്, അദ്ദേഹം ആരെയും വിളിച്ച് ചർച്ചയൊന്നും നടത്തിയില്ലല്ലോ. അദ്ദേഹം കെ സുധാകരൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ നേരത്ത് വരുന്നു ജാവദേക്കർ. അയ്യോ എന്തിനു വന്നു എന്ന് ചോദിച്ചു. അടുത്തേക്ക് കയറ്റിയിരുത്തി, ചായ കുടിച്ചു, നിന്നുകൊണ്ട് സംസാരിച്ചു. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോയി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലല്ലോ. എങ്കിൽ അത് പറയും. EP ജയരാജൻ്റെതാണല്ലോ റിലവന്റ് ഇഷ്യൂ, അത് പറഞ്ഞു നോക്ക്. നന്ദകുമാറിനെ കോട്ട് ചെയ്യുകയാണെങ്കിൽ നന്ദകുമാർ പറയുന്ന എല്ലാ വിഷയങ്ങളും മുഖവിലക്കെടുക്കാൻ ബാധ്യസ്ഥമാണ്. ഇപ്പൊ നന്ദകുമാറിനെ പറയുന്നത് കോട്ട് ചെയ്യുകയാണെങ്കിൽ നന്ദകുമാർ പറയുന്ന K സുധാകരൻ KPCC അധ്യക്ഷനായിരുന്നില്ലായിരുന്നെങ്കിൽ BJP-യിലേക്ക് പോയേനെ എന്ന് നന്ദകുമാർ പറയുന്നതിനെ മുഖവിലക്കെടുക്കണം. അത് സത്യമാകും. ഇതൊക്കെ അറിയാവുന്ന ആളല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്. K സുധാകരൻ പറയുന്നതിന് പിന്നെ നിങ്ങൾ മുഖവിലേക്ക് എടുക്കാതിരുന്നതിന് ശേഷം നിങ്ങൾ പറ EP ജയരാജന് നന്ദകുമാറുമായിട്ട് ഇത്തരത്തിലുള്ള ഇടപാട് നടന്നിട്ടില്ല, ജാവദേക്കറെ കണ്ടിട്ടില്ല, ജാവദേക്കറുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല, വൈദേഹവുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല, ഈ രാജീവ് ചന്ദ്രശേഖരനെ പുകഴ്ത്തിയിട്ടില്ല എന്നെല്ലാം നിങ്ങൾ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഗോവിന്ദന്റെ ജാഥയിൽ പങ്കെടുക്കാതെ ഈ പറയുന്ന നന്ദകുമാറുമായിട്ട് ബന്ധപ്പെട്ട് നേരെ പോയി അമ്മയ്ക്ക് പിന്നെ മാല ചാർത്തി കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയും. സുധാകരൻ ഇതിനൊന്നും പോയില്ലല്ലോ. സുധാകരൻ പറഞ്ഞു എൻ്റെ വീട്ടിലെ പട്ടി ബ്രൂഡോ ഇല്ലേ, ബ്രൂഡോ പോകത്തില്ല, അതിനേക്കാളും വലുതൊന്നും ജയരാജൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറയാനുള്ള ധൈര്യം ജയരാജൻ കാണിച്ചില്ലല്ലോ. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഇവിടുത്തെ പ്രശ്നം എന്താണ്? നന്ദകുമാർമാർ കഴിഞ്ഞ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഭരണപക്ഷത്തിരിക്കുമ്പോഴും ഇവരുടെ ഇടനില നിൽക്കുന്നത് എങ്ങനെ? വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഗവൺമെന്റുകളെ അട്ടിമറിക്കാൻ ഘടകകക്ഷി നേതാക്കന്മാരെ കാണുന്നത് എന്തിന്? ഇവർക്ക് BJP-യുടെ ഈ ഭരണഘടന അട്ടിമറിയെ ഇവർക്ക് ന്യായീകരിക്കാൻ കഴിയുമോ? 3, സൽസ്വഭാവികളും ജനങ്ങൾക്ക് ഉപകാരപ്രദവുമായ തങ്കമാന മനുഷ്യന്മാരെ ഇവർ പെണ്ണ് കഥകളിൽ പെടുത്തി നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തിന്? നശിപ്പിച്ചതിന് ശേഷം സമരം നടത്താൻ ഇറങ്ങിത്തിരിച്ച് അതിക്രമങ്ങളും സമരങ്ങളും നടത്തുന്നത് എന്തിന്? സമരത്തിന്റെ ബാക്കിപത്രം നിലയിൽ വരുന്ന ജുഡീഷ്യൽ ഓഫീസർമാരെ കോടികൾ കൊടുത്തുകൊണ്ട് കൈക്കലാക്കി അതിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന CPI നേതാവ് ദിവാകരനെ പോലുള്ള ദിവാകരൻ പറഞ്ഞത് കൈക്കൂലി കൊടുത്തൊന്നുമല്ല. ഇല്ലല്ലേ, ദിവാകരൻ പറഞ്ഞത് കൈക്കൂലി കൊടുത്തൊന്നുമല്ല. BRM അങ്ങനെ വളച്ചൊടിക്കൊന്നും ചെയ്യല്ലേ. അന്ന് ആ ശിവരാജൻ കമ്മീഷന്റെ ചെലവിനെ കുറിച്ചാണ് C ദിവാകരൻ പറഞ്ഞത്. അല്ല കൈക്കൂലി കൊടുത്തൊന്നും C ദിവാകരൻ ഇവിടെ പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ശരി, ഞാൻ താങ്കൾ മതിയായ സമയം എടുത്ത് പറഞ്ഞു. C ദിവാകരന്റെ പ്രസ്താവനയുടെ ഉള്ളടക്കം കൈക്കൂലി കൊടുത്തു എന്ന വാക്ക് കാണത്തില്ല, പക്ഷെ അതിന്റെ ഉള്ളടക്കം ഇങ്ങനെ തന്നെയാണ്. അല്ല, കമ്മീഷന് വേണ്ടി ചെലവാക്കിയ തുകയെ കുറിച്ചാണ്. ശരി, ജയ്ക്ക് മറുപടി. അല്ല, അങ്ങനെ ഹാഷ്മി രക്ഷപ്പെടുത്തി കൊണ്ട് പോകണ്ട. ദിവാകരന്റെ പ്രസ്താവന ഇപ്പോഴും കിടപ്പുണ്ട്.
സ്വാധീനിക്കപ്പെട്ടു എന്ന് തന്നെയാണ് പറഞ്ഞത്. ആ സ്വാധീനത്തിന്റെ പേരിൽ ഒരു ജനനേതാവിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു. നിങ്ങൾ എന്തിനാ അതിനകത്ത് പറയുന്നത്, തർക്കിക്കുന്നത്? ഞാൻ യഥാർത്ഥത്തിൽ സമരങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ സഹപാനലിസ്റ്റായ കോൺഗ്രസ് നേതാവിന് അസാധാരണ വാമ്പിതം പൊള്ളലേറ്റു എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ADB സമരം, സ്വാശ്രയ വിരുദ്ധ സമരം, അങ്ങനെ കുറേ നീണ്ട സമരങ്ങളുടെ പട്ടിക പറയുന്നു. ഞാൻ ആ സമരങ്ങളൊക്കെ ഓരോന്ന് എടുത്തു വെച്ചിട്ട് തിരിച്ച് മറുപടി പറയാനിരുന്നാൽ ഇങ്ങനത്തെ 10 ചർച്ചയുടെ സമയം നമുക്ക് പോരാതെ വരും. എന്തായാലും അദ്ദേഹം ആദ്യം പറഞ്ഞ സമരം പരിയാരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചുള്ള സമരമാണ്. എന്തായിരുന്നു കോൺഗ്രസ് നേതാവ് പരിയാരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചുള്ള സമരം? അത് സ്വാശ്രയ വിദ്യാഭ്യാസത്തിനെതിരെയുള്ള സമരം മാത്രമായിരുന്നോ? അല്ലായിരുന്നല്ലോ. അങ്ങ് മറന്നാലും മറവി ബാധിച്ചിട്ടില്ലാത്ത കേരളത്തിലെ പ്രേക്ഷകരും ആങ്കറും അടക്കമുള്ള ആളുകൾ ഓർക്കുമല്ലോ. എന്തായിരുന്നു? PB സാനിറ്റോറിയത്തിൽ നിന്നും ഹഡ്കോയിൽ നിന്നും വായ്പയെടുത്ത് പണിതുയർത്തിയ ഒരു സ്ഥാപനം അന്നത്തെ UDF നേതാക്കന്മാരുടെ സ്വകാര്യ സ്വത്താക്കി നിങ്ങൾ തറവാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി നോക്കി. അതിനെതിരെയാണ് സമരം ചെയ്തത്. ആ സമരത്തിൽ ഞങ്ങളെ 5 ചെറുപ്പക്കാരെ നിങ്ങൾ വെടിവെച്ച് കൊന്നുകളഞ്ഞു. ഒരാൾ നിങ്ങളുടെ വെടിയുണ്ടകളെയും അതിജീവിച്ചുകൊണ്ട് മെഡിക്കൽ സയൻസിനും ലോകത്തിലെ മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമായി സഖാവ് പുഷ്പൻ എന്നും ജീവിച്ചിരിക്കുന്നു. ആ പരിയാരം മെഡിക്കൽ കോളേജ് ഇന്ന് UDFന്റെ ഏതെങ്കിലും തറവാട്ട് നേതാവിന്റെ സ്വത്താണോ? അങ്ങ് പറ. ഇന്ന് സർക്കാർ മെഡിക്കൽ കോളേജാ. ആരാ അതിനെ സർക്കാർ മെഡിക്കൽ കോളേജ് ആക്കിയത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. നിങ്ങളുടെ കള്ളത്തരത്തിനും നിങ്ങളുടെ അഴിമതിക്കുമെതിരെ സമരം ചെയ്ത് രക്തസാക്ഷിത്വം വരിക്കേണ്ട വന്ന് ഞങ്ങൾ സംരക്ഷിച്ച സ്ഥാപനം ഇന്ന് കേരളത്തിലെ കണ്ണൂരെ, കാസർഗോഡ് സാധാരണക്കാരുടെ ആതുരാലയമാണ്. ഏത് കോൺഗ്രസ്സുകാരനും ഏത് കമ്മ്യൂണിസ്റ്റുകാരനും ഏത് BJP-കാരനും ആശ്രയിക്കാൻ പറ്റുന്ന ഒരു മെഡിക്കൽ കോളേജാണ്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ബാക്കി സമരങ്ങളുടെ ഇപ്പൊ കഥ പറയാൻ പോയാൽ എനിക്ക് സമയം തീരില്ല. പിന്നെന്താണ് ഈ തൂവൽ സ്പർശമുള്ള ആദരണീയനായ നമ്മുടെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയെ ആരാണ് തേജവധം ചെയ്തത്? ഞങ്ങളാണോ? ഇപ്പൊ ജീവനോടിരിപ്പുണ്ടല്ലോ ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയാൽ എന്തുകൊണ്ട് അദ്ദേഹത്തോട് പോയി ചോദിച്ചില്ല? തൂവൽ സ്പർശമുള്ള നേതാവിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ അദ്ദേഹം പോലും അറിയാതെ, ഏത് മുഖ്യമന്ത്രി അറിയാതെ അദ്ദേഹത്തിന്റെ ഓഫീസിനുള്ളിൽ കയറി പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ കേരള വണ്ടിയിൽ നിന്ന് പറഞ്ഞ് കൈയോടുകൂടെ പിടിച്ചുകൊണ്ടുപോയ ആഭ്യന്തരമന്ത്രിയുടെ പേരേതാ? പിണറായി വിജയൻ എന്നാണോ? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നല്ലേ? എന്താ ഇപ്പോഴും ജീവനോടിരിപ്പുണ്ടല്ലോ ഇദ്ദേഹത്തിന്റെ ഉറ്റച്ചങ്ങാതി KC ജോസഫ് എന്താ പറഞ്ഞത്? TV-യിലൂടെ അറിയേണ്ടതായി വന്നു. തൂവൽ സ്പർശമുള്ള കോൺഗ്രസ് നേതാവിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ സ്വന്തം സതീർത്ഥ്യനും സഹപ്രവർത്തകനുമായ ആഭ്യന്തരമന്ത്രി ഓഫീസിനുള്ളിൽ കയറി പിടിച്ചുകൊണ്ടുപോയത് ഒരു മുഖ്യമന്ത്രിക്ക് TV-യിലൂടെ അറിയേണ്ട വന്നു എന്ന് വിലപിച്ചത് ആരാ? യൂത്ത് കോൺഗ്രസ് നേതാവ് മറന്നുപോയോ? KC ജോസഫ ഇപ്പോഴും ജീവനോടിരിപ്പുണ്ട്. പിന്നെ ആരാ നാറിയ കഥകൾ പുറത്തേക്ക് വലിച്ചെറിഞ്ഞത്? ഒരു ചലച്ചിത്ര താരത്തിന്റെ വീട്ടിൽ കേരളത്തിലെ മുൻ ആഭ്യന്തരമന്ത്രി പോയി. അത് കയ്യോടുകൂടെ വാർത്തകൾ വന്നു. എങ്ങനെയാണ് CDR ലീക്ക് ആയത്? ആര് മറന്നാലും ആങ്കർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രേക്ഷകർ മറക്കുമോ? എറണാകുളം MP വിളിച്ച ഫോൺ കോളുകളുടെ എണ്ണം എത്രയാണ്? കുണ്ടറ MLA വിളിച്ച ഫോൺ കോളുകളുടെ എണ്ണം എത്രയാണ്? ചാലക്കുടിയിലെ ഇപ്പോഴത്തെ MP വിളിച്ച ഫോൺ കോളുകളുടെ എണ്ണം എത്രയാണ്? തിരുവനന്തപുരത്തെ DCC പ്രസിഡന്റ് വിളിച്ച ഫോൺ കോളുകളുടെ എണ്ണം എത്രയാണ്? അന്നത്തെ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയുടെ മകന്റെ ഒരു പ്രസ്താവനയുണ്ട്. എന്താണ്? അർദ്ധരാത്രിയിൽ ഇവനൊക്കെ ഫോൺ വിളിക്കുന്നത് കോൺഗ്രസിന്റെ ഭരണഘടന പഠിപ്പിക്കാനാണോ എന്ന് ചോദിച്ചത് ആരാ? ഞങ്ങളാണോ? നിങ്ങൾക്കിടയിലുള്ള നാറിയ കഥകൾ നിങ്ങൾ തന്നെ പുറത്തുവിട്ടിട്ട് അതിന്റെ വിഴുപ്പ് ഇടതുപക്ഷത്തിന്റെ തലയിലൊക്കെ കൊണ്ട് വെക്കാമെന്നാൽ സൗകര്യപ്പെടില്ല. കേട്ടോ കോൺഗ്രസ് നേതാവേ, അത് നെടുമങ്ങാടോ തിരുവനന്തപുരത്ത് പോയി പറഞ്ഞാൽ മതി. ഒറ്റ വാചകം പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താണ് ഇന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടുള്ള ഈ വിവരങ്ങൾ എന്തുകൊണ്ട് ഈ മുൻ മാധ്യമ പ്രവർത്തകന്റെ മാതൃസ്ഥാപനമായ മലയാള മനോരമ അന്ന് പ്രസിദ്ധീകരിച്ചില്ല? ഇപ്പൊ ആത്മകഥയിൽ എഴുതാൻ വേണ്ടി ഇദ്ദേഹം മാറ്റിവെച്ചതാണോ? ഇദ്ദേഹത്തിന്റെ പൂർവ്വകാലം ഉണ്ടല്ലോ, ഞാൻ ഓർമ്മിപ്പിക്കണ്ട എന്ന് വിചാരിച്ചു വന്നതാണ്. പക്ഷെ പറയുന്നു അസാധാരണമായ സ്ഫോടനാത്മകമായ വിവരങ്ങൾ എന്റെ കയ്യിലുണ്ടായിരുന്നു. എന്തുകൊണ്ട് മലയാള മനോരമ അച്ചടി വഴി പുരട്ടിയില്ല? ഇന്ന് 24 ന്യൂസ് ഉൾപ്പെടെയുള്ള വാർത്താ ചാനലുകൾ സംപ്രേഷണം ചെയ്യാൻ ആരംഭിച്ചിട്ടും എന്തുകൊണ്ട് മനോരമ ന്യൂസ് അങ്ങയുടെ സ്ഫോടനാത്മകമായ വിവരങ്ങൾക്ക് ആദ്യം സ്പേസ് കൊടുക്കാൻ തയ്യാറായിട്ടില്ല? നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ അങ്ങ് എഴുതിക്കൂട്ടിയ പല കാര്യങ്ങളും. നമ്പീനാരായണന്റെ ആത്മകഥ ഓർമ്മകളുടെ ഭ്രമണം ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. ഞങ്ങളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പൂർവികർ പറഞ്ഞൊരു അനുഭവമുണ്ട്. ഒറ്റ വാചകം അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. എന്തായിരുന്നു വാചകം? ആങ്കർ ഓർമ്മിക്കുന്നുണ്ട്. അങ്ങയുടെ തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥി നേതൃത്വങ്ങളാണ്. എന്തായിരുന്നു അവർ പറഞ്ഞത്? പറഞ്ഞു പോയൊരു വാക്കിന്റെ പേരിൽ ഞങ്ങൾക്ക് ഖേദം പ്രകടിപ്പിക്കേണ്ടതായി വന്നിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് പശ്ചാത്താപിക്കേണ്ടതായി വന്നിട്ടുണ്ടെങ്കിൽ ഈ മാധ്യമ പ്രവർത്തകൻ മലയാള മനോരമയിൽ എഴുതിയ അപസർപ്പക കഥകളുടെ പേരിലാണ്. ആങ്കർ ഓർമ്മിക്കുന്നില്ലേ? ട്യൂൺ മത്സ്യങ്ങളെ പോലെ കിടപ്പറയിൽ വനിതകളുടെ പ്രകടനത്തെ സംബന്ധിച്ച് മലയാള മനോരമ വാർത്ത എഴുതിയ ISRO കേസ് എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ കാണിക്കണോ? അങ്ങ് നമ്മുടെ നാട്ടിലെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ട്. എന്തായിരുന്നു? സ്ത്രീകളുടെ ചിത്രം മലയാള മനോരമ മുൻപേജിൽ പ്രസിദ്ധീകരിച്ചിട്ട് ആ മുൻപേജിൽ പ്രസിദ്ധീകരിച്ച വാർത്തയുടെ തലവാചകം എന്തായിരുന്നു? 8ാമന്റെ പ്രകടനം ഭയങ്കരം. ഒർമാനിയോ ഏത് സ്ഥലത്തെ പ്രകടനത്തെ കുറിച്ച് ആങ്കറെ ഞാൻ ഓർമ്മിപ്പിക്കണ്ടല്ലോ. ആ ISRO ചാരക്കേസിനെ തുടർന്ന് ഇന്ത്യ ആദരിക്കുന്ന ഒരു ശാസ്ത്രജ്ഞന് എന്റെയും ആങ്കറുടെയും കോൺഗ്രസ് നേതാവിന്റെയും ഈ മാധ്യമ പ്രവർത്തകന്റെയും നികുതിപ്പണത്തിൽ നിന്ന് 20 ലക്ഷം രൂപ കൊടുക്കേണ്ടതായി വന്നു. ഇല്ലേ? ആ അപസർപ്പക കഥകൾ മുഴുവൻ എഴുതിയ അതിന് മനോരമ അച്ചടി മഷി പുരട്ടാൻ അനുവാദം കൊടുത്ത ആളാണ് ഈ മാധ്യമ പ്രവർത്തകൻ. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇപ്പം
ഈ സ്ഫോടനാത്മകമായ വിവരം അന്ന് കയ്യിലുണ്ടായിട്ടും മനോരമ എന്തുകൊണ്ട് അനുവാദം കൊടുത്തില്ല? ഇപ്പോഴും മനോരമ ന്യൂസ് എന്തുകൊണ്ട് വാർത്ത കൊടുക്കുന്നില്ല? അപ്പോ ഇതൊന്നും ഞാൻ പറയേണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അസാധാരണമായ വെളുപ്പിക്കൽ, പരമപരിശുദ്ധിയുടെ പ്രതീകം, ഇന്നയോളം കേരളം കണ്ട ഏറ്റവും വിസ്തൃതനും സത്യസന്ധനും എനിക്ക് ബോധ്യം വന്ന വിവരം മാത്രമേ പറയുള്ളൂ അല്ലേ? എട്ടാമന്റെ കിടപ്പറയിലെ പ്രകടനത്തെ സംബന്ധിച്ച് സ്വന്തം പേരിൽ വാർത്ത എഴുതിയത് നിങ്ങൾക്ക് എവിടെ നിന്ന് ലഭിച്ച ബോധ്യമാണ്? ട്യൂൺ മത്സ്യങ്ങളെ പോലെ മാലിദ്വീപിൽ വന്ന സ്ത്രീകൾ കിടപ്പറയിൽ പ്രകടനം നടത്തിയെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തക നിങ്ങൾക്ക് എവിടെ നിന്ന് ലഭിച്ച ബോധ്യമാണ്? ഇതൊന്നും പറയിപ്പിക്കണ്ടെന്ന് പറഞ്ഞതാണ്. ഇങ്ങനെ അസാധാരണമായി പരമപരിശുദ്ധിയുടെയും നേരിട്ട് മറുപടി നൽകാൻ ജോൺ മുണ്ടക്കയം തൽക്കാലമില്ല, അദ്ദേഹം ചർച്ചയിൽ നിന്ന് പോയി. അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ തുടർച്ചകൾ ഉണ്ടാവുമോ എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ സമരം തീർന്നത്? വേറെന്തെങ്കിലും ഈ പറയുന്ന മട്ടിൽ വേറെന്തെങ്കിലും ഡീൽ ഉണ്ടോ? ആ ഡീൽ ഉണ്ടെങ്കിൽ അത് ആരുടെ ആത്മഹത്യയിലാണ് പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇനി കാലങ്ങളിലേക്കുള്ള ചർച്ചയ്ക്കുള്ള ഇന്ധനമാണ് കേട്ടോ ഈ സോളാർ, അതിന്റെ സമരം, അതിന്റെ ബാക്കി പത്രം. നമുക്ക് വീണ്ടും ഇരിക്കാം. എൻകൗണ്ടറിൽ പങ്കെടുത്ത 3 പേർക്കും 4 പേർക്കും നന്ദി.